Logging as a host. Playing host role. Start to video. No, തുടങ്ങിയോ? ഒരു 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യട്ടോ. ഞാൻ പറയുന്ന വോയിസ് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടേ. മൂസിൻ സാറ് വന്നു കഴിഞ്ഞാലേ ഞാനാണ് ക്ലാസ് ഉള്ളത്. പക്ഷെ എനിക്ക് ക്ലാസ് ഹോസ്റ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാനും മറ്റും സാധിക്കുള്ളൂ. അപ്പൊ ഇതിന് സാറോട് ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വെയിറ്റ് ചെയ്യട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ എടുത്തതെന്ന് പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ബിസിനസ് അല്ലേ?
കുറച്ച് ആളുകളെ എപ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ 3 and 4 ചാപ്റ്റേഴ്സ് ഡീൽ ചെയ്യാൻ പറ്റുമോ, അതിന്റെ ഒരു എക്സാം ഉണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. ഇതില് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ മൂസിൻ സാർ വന്നു കഴിഞ്ഞ് എന്നെ ഹോസ്റ്റ് ആക്കിയാൽ മാത്രമേ എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. കാരണം സ്ക്രീൻ ഷെയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഹോസ്റ്റിലായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, സത്യം പറഞ്ഞാൽ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങൾക്ക് ഈ എക്സാം ഉള്ള വിവരം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ അതിലെ 1ാമത്തെയും 2ാമത്തെയും യൂണിറ്റ് ഒന്ന് തീർക്കണം എന്ന് കരുതിയിട്ട് അതിന്റെ മെറ്റീരിയൽസ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇൻഷാല്ല നമ്മളിന്ന് 1ാമത്തെയും 2ാമത്തെയും ചാപ്റ്റർ ആണ് ഡീൽ ചെയ്യുക. മുസിൻ സാറെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. മുസിൻ സാറ് കോൾ അറ്റൻഡ് ചെയ്ത് കണ്ടില്ല. എന്തായാലും നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തു കേട്ടോ. ന്യൂമാൻ സാർ നിങ്ങളെ ഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. ഓ താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു. ഓക്കെ, ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ മുസിൻ സാർ? ഓക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. വിസിബിൾ ആണോ? കാണാനും ശബ്ദം കേൾക്കാനും കഴിയുന്നില്ലേ ക്ലിയർ ആയിട്ട്?
കേൾക്കുന്നുണ്ട്. ക്ലിയർ. താങ്ക് യു ഫോർ ദാറ്റ്. അപ്പോ നമ്മള് ഇന്ന് ബിസിനസ് സ്റ്റഡീസിലെ ഫസ്റ്റ് യൂണിറ്റും സെക്കൻഡ് യൂണിറ്റുമാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഞാൻ തൊട്ട് നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ നമ്മുടെ മുന്നിൽ നമുക്കറിയാം എക്സാമിന് ഇനി വളരെ കുറഞ്ഞ നാളുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ പഠനത്തിന്റെ ഒരു സ്റ്റൈല്, നമ്മൾ ആ അറിവിനോട് സമീപിക്കുന്ന ഒരു രീതി, അതിൽ രണ്ടിലും ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അല്ലെ? എന്തേ കാരണം ഇത്രയും സമയം നമ്മൾ ഒരുപാട് അറിവ് ശേഖരിച്ചെടുക്കുക, അതിന്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് നമ്മൾ ഗെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതിനായിരുന്നു കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ഫോക്കസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ എക്സാമിനോട് അടുത്ത ഈ ഒരു സമയത്ത് നമ്മൾ കുറച്ചുകൂടി എക്സാം ഓറിയന്റഡ് ആയിട്ട് എന്തിനാ നോക്കിക്കാണണം, നമ്മൾ പഠനത്തെ നോക്കിക്കാണണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു റിവിഷൻ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഓൾറെഡി നിങ്ങൾ ഏകദേശം ബിസിനസ് സ്റ്റഡീസിലെ എല്ലാ ചാപ്റ്റേഴ്സും വിക്ടേഴ്സ് ചാനലായിട്ടും അതല്ലെങ്കിൽ മറ്റു സ്കൂളിലെ ഫാക്കൽറ്റീസ് ക്ലാസ് എടുത്തിട്ടായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇനി നമുക്ക് എന്താണ് ആവശ്യം, നമുക്ക് അതിനെ ഒന്നും കൂടെ പൊടി തട്ടിയെടുക്കുക. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ നോ ഇഷ്യൂ, ക്ലാസ് കിട്ടാത്ത ആളുകൾ ഉണ്ടായിരിക്കാം, അത് നമ്മൾ ഇവിടെ ഡീൽ ചെയ്യും. ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്, എക്സാം നമുക്ക് അടുത്തൊരു സാഹചര്യത്തില് ഒരു എന്താ പറയാ കുറച്ചും കൂടെ ഒരു സ്പീഡപ്പ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ഏരിയ പോലും ടച്ച് ചെയ്യാതെ പോകില്ല, ഫോക്കസ് ഏരിയനെ ബേസ് ചെയ്തുകൊണ്ട്. കാരണം നമുക്കിപ്പോ ഏറ്റവും ബെറ്റർ എന്താണ്, എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനത്തിന് ഫോക്കസ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് ആദ്യം നന്നായിട്ട് എന്ത് ചെയ്യാം, തറവാക്കി വെക്കുക. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ വിഷയങ്ങളും എന്താ പറയുക, താങ്ക്സ് കേട്ടോ. ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയാസും നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് തറവാക്കി വെച്ചതിന് ശേഷം നമുക്ക് ആ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ, എന്നാൽ ഫോക്കസ് ഏരിയയിൽ മെൻഷൻ ചെയ്യാത്ത ഏരിയാസ് എന്ത് ചെയ്യാം, നമുക്കൊന്ന് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു പക്ഷേ എന്താ പറയാ ചില ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു സമീപനം എന്ന് പറയുന്നത്, നമ്മൾ ഒരു അധ്യാപകന് ഇവിടെ വന്നിട്ട് കുറേ സംസാരിക്കും, നമ്മളെ മഞ്ചേരി FM റേഡിയോ ഓണാക്കി വെച്ചതുപോലെ എന്ത് ചെയ്യൂല, തിരിച്ചാണ്ട് പറയാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല നമുക്ക് FM-ല്. അപ്പൊ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യും, മിണ്ടാതിരിക്കും, മ്യൂട്ട് ആക്കി വെച്ചിട്ട് അവിടെ ഉണ്ടോ ഇല്ലേ ഒന്നും നമുക്ക് അറിയാൻ പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ, ഇന്ററാക്ഷൻ ആണ് എനിക്ക് എന്റെ ക്ലാസ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഞാനത് മുന്നേ കൂട്ടി സൂചിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു 1 വേ ടോക്ക് എന്നുള്ള രീതിയിലല്ല എന്റെ മനസ്സിൽ ഞാൻ കണ്ടിട്ടുള്ളത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഡിസ്കസ് ചെയ്തുകൊണ്ട് ഓരോ ഏരിയയും, കാരണം ഒരു പക്ഷേ ഈ ക്ലാസ് എടുക്കാൻ പോകുന്നതിന്റെ മിക്ക ഏരിയകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. Yeah, of course, from Mahshuk, I think. Mahshuk, thank you. That's a great news. ഞങ്ങൾ അങ്ങനെ അല്ല കേട്ടോ, അത് പൊളിയാണ് കേട്ടോ. നിങ്ങൾ പൊളിയാണെന്ന് അറിയണോണ്ടല്ലേ മുസ്ലിം സാറോട് ചോദിച്ചു വാങ്ങിയത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കുകയാണ്. ആദ്യം ഞാൻ നിങ്ങൾക്ക് ആ ഫോക്കസ് ഏരിയയിൽ എന്തൊക്കെയാണ് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കണം. അതിനുശേഷം നമ്മൾ ഇൻഷാ അല്ലാഹ് ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്റർ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഒന്നും അറിയില്ലെങ്കിലും സംതിങ് ഹി ഈസ് സേയിങ് സംതിങ് ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ്. ഒന്നും അറിയില്ലെങ്കിലും അത് മതി. ഒന്നും അറിയില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അറിവുണ്ടാക്കാനല്ലടാ മഷൂക്കെ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അതൊന്നൊരു വിഷയമില്ല. അപ്പൊ ഞാൻ നിങ്ങൾക്ക് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു സെക്കൻഡ്. സ്ക്രീന് കാണുന്നില്ലേ നിങ്ങൾക്ക്? കാണുന്നുണ്ടോ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മളെ ബിസിനസ് സ്റ്റഡീസിൽ. അപ്പൊ നമുക്കറിയാം നമ്മൾ വി ആർ ഡീലിംഗ് വിത്ത് ബിസിനസ് അല്ലെ. ബിസിനസ് എന്ന് പറയുന്ന ഒരു ഏരിയയുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഡീൽ ചെയ്യാണ്. നിങ്ങളെ അക്കൗണ്ടിങ്ങിൽ ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുമായിട്ടും എക്കണോമിക്സിൽ നിങ്ങൾ
ഒരു പൊളിറ്റിക്കൽ എക്കണോമിയിൽ എങ്ങനെ അവിടുത്തെ സാഹചര്യങ്ങളെ എന്താണ് സസ്റ്റൈനബിൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള വിഷയങ്ങളെ കുറിച്ച് നിങ്ങൾ എക്കണോമിക്സിലും പഠിച്ചു. എന്നാൽ ഈ ഒരു ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയാ ഈ ഒരു കോഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബിസിനസിന്റെ എല്ലാ വശങ്ങളെ കുറിച്ചും നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബിസിനസ് സ്റ്റഡീസിൽ എന്ത് ടോപ്പിക് വരുമ്പോഴും അവനവനൊരു ബിസിനസ്മാൻ ആണ് എന്നുള്ള ഒരു പേഴ്സ്പെക്റ്റീവിൽ വേണം ആ വിഷയങ്ങളെ നോക്കിക്കാണാൻ. അങ്ങനെ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ്മാൻ ആണ് എന്നുള്ള ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ ആ ബിസിനസിനെ നോക്കിക്കാണുമ്പോൾ നമ്മൾ ഒരു പക്ഷെ അധ്യാപകൻ പറയുന്ന വിഷയങ്ങൾ നമുക്ക് നമ്മളെ റിയൽ ലൈഫിലേക്ക് ഇട്ട് ചിന്തിക്കാനുള്ള ഒരു എന്താ പറയാ ഒരു കഴിവ് കിട്ടും. അതിലൂടെ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് വളരെ ഈസി ആക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം ഓർത്തു വെക്കാം. അപ്പൊ നമുക്ക് പുസ്തകം ഇത്തിരി വൈഡ് ആണെങ്കിൽ പോലും നമ്മുടെ ഫോക്കസ് ഏരിയ വന്നിട്ടുള്ളത് വളരെ ഷോർട്ട് ആക്കിയിട്ട് തന്നെയാണ്. അത് നമുക്ക് വലിയൊരു ആനുകൂല്യമാണ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ ബിസിനസ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ബിസിനസ്സിലേക്കുള്ള അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് എന്താണ് നിങ്ങൾ +2 10 കഴിഞ്ഞു, +2 അല്ലെങ്കിൽ എന്താണ് 12th ലെവൽ നിങ്ങൾ സെലക്ട് ചെയ്തപ്പോൾ അവിടെ കൊമേഴ്സ് സെലക്ട് ചെയ്ത ആളുകളാണ് നിങ്ങൾ. സോ ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു, വാട്ട് ഈസ് കൊമേഴ്സ്, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് കൊമേഴ്സ്, അല്ലെ? കൊമേഴ്സ് എന്തിന് അല്ലെങ്കിൽ കൊമേഴ്സ് എന്ത് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുമ്പോഴാണ് അതിന്റെ പ്രൈമറി സ്റ്റെപ്പ് എന്നുള്ളതായിരിക്കും നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു കൊമേഴ്സിലേക്ക് എൻട്രി ചെയ്യുന്നത്. പിന്നീട് വരുന്ന ക്ലാസ്സുകളിലും വരുന്ന ലെവലുകളിലും നിങ്ങൾ എന്ത് ചെയ്യും, ഈ കൊമേഴ്സിനെയും ഈ ബിസിനസിനെയും ആധികാരികമായിട്ട് നിങ്ങൾ പഠിക്കും. പക്ഷെ ഇവിടെ ഒരു ഫസ്റ്റ് സ്റ്റേജ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ബിസിനസ്സും കൊമേഴ്സും ഒക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ എന്താണ് കൺസെപ്റ്റ് ഓഫ് കൊമേഴ്സ്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, അതുപോലെ കൊമേഴ്സും ഇൻഡസ്ട്രിയും എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ ഡീൽ ചെയ്യുന്നത്. രണ്ടാമത്തിലേക്ക് വരുമ്പോഴേക്ക് ബിസിനസിന്റെ ഒരു ലെവലും കൂടെ നമ്മൾ കടക്കാണ്. ഏതൊക്കെ ടൈപ്പ് ഓർഗനൈസേഷൻ ബിസിനസ് എൻറ്റിറ്റികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നോക്കുകയാണ് നമ്മള്. പിന്നെ നമ്മൾ വരുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ബിസിനസ് സർവീസസ്, നമുക്ക് സർവീസ് എന്താ എന്നുള്ളത് എന്താണെന്നറിയാം. എന്നാൽ അവിടെ ബിസിനസ് സർവീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇൻഷുറൻസിന്റെ ആവശ്യകത എന്താണ്, അതിലേക്കൊക്കെ ഉള്ള എന്തിനാ നമ്മളത് പഠിക്കണേ എന്നുള്ളൊരു വിഷയം ഇന്ന് നമ്മൾ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് പറയുന്ന കൂട്ടത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഒരു ആവശ്യകതയെ കുറിച്ച് സംസാരിക്കും. പിന്നീട് വരുന്ന ക്ലാസ്സുകളിൽ നമ്മളത് ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യും, ഗ്രേറ്റ് ഡീറ്റെയിലിൽ നമ്മൾ നോക്കും എന്നുള്ളതാണ്. അതുപോലെ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന പുതിയ എമേർജിങ് മോഡ്സുകൾ എന്തൊക്കെയാണ് ആണ് നമ്മൾ നാലാമത്തെ ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ സമൂഹത്തിലെ റിസോഴ്സസ് എടുത്തുകൊണ്ട്, ഈ സൊസൈറ്റിയിലെ റിസോഴ്സസ് എടുത്തുകൊണ്ട് ഈ സൊസൈറ്റിക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് ബിസിനസ്മാൻ. അതുകൊണ്ട് തന്നെ അവർ ഈ സൊസൈറ്റിയിലെ റിസോഴ്സസിനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അവർ ഈ സൊസൈറ്റിയോട് കടപ്പെട്ടിരിക്കുന്നുണ്ട്. ദേ ആർ റെസ്പോൺസിബിൾ ടു ദ സൊസൈറ്റി. അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന നേട്ടങ്ങളിലും കോട്ടങ്ങളിലൊക്കെ ഒരു പങ്ക് ആർക്ക് വരുന്നുണ്ട്, അറിഞ്ഞോ അറിയാതെ നമ്മുടെ സൊസൈറ്റിക്ക് വരുന്നുണ്ട്. അപ്പൊ ആസ് എ ബിസിനസ്മാൻ, വാട്ട് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദാറ്റ് ബിസിനസ്മാൻ ടുവേർഡ്സ് ദി സൊസൈറ്റി, ആ സൊസൈറ്റിനോടുള്ള അയാളുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളൊരു വിഷയമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ് ആൻഡ് ബിസിനസ് എത്തിക്സ് എന്നുള്ളൊരു വിഷയത്തിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ നിങ്ങൾ നല്ല ഇൻട്രസ്റ്റോടെ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം ആസ് എ കൊമേഴ്സ് സ്റ്റുഡന്റ് എന്നുള്ള കൊമേഴ്സ് സ്റ്റുഡന്റിന് മാത്രം ആൻസർ കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്ത്, ഫോർമേഷൻ ഓഫ് എ കമ്പനി. കാരണം ഇപ്പൊ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നവനായാലും സയൻസ് പഠിക്കുന്നവനായാലും ഓർക്ക് മനസ്സിലാകും എന്താണ് ബിസിനസ്, ഇവിടെ പാർട്ട്ണർഷിപ്പ് എന്താണ്, അല്ലെങ്കിൽ കമ്പനി എന്താണ് എന്നുള്ള വിഷയങ്ങളൊക്കെ അവർക്ക് അറിയുന്നുണ്ടാവാം. പക്ഷെ ഒരു കമ്പനി എങ്ങനെ ഫോം ചെയ്യും, വാട്ട് ആർ ദ പ്രൊസീജിയേഴ്സ് ടു സ്റ്റാർട്ട് എ കമ്പനി ഓർ ടു എസ്റ്റാബ്ലിഷ് എ ബിസിനസ്, അത് നമുക്ക് മാത്രം ആൻസർ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. മാത്രമല്ല നമ്മളത് പഠിച്ചിരിക്കണം. നമ്മുടെ ഫ്യൂച്ചർ കാര്യങ്ങളിൽ നമ്മൾ ഇൻഷാല്ലാഹ് ഒരു ബിസിനസ് ഒക്കെ ഒരു ബിസിനസ് ലെജൻസ്, ഒരു ടൈക്കൂൺസ് ആയി മാറാൻ നമ്മൾ സാധ്യത ഉള്ള ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊസീജിയറിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അവിടെ നമ്മൾ കമ്പനി ഫോർമേഷനെ കുറിച്ച് പഠിക്കും. പിന്നെ സോഴ്സസ് ഓഫ് ബിസിനസ് ഫിനാൻസ്, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ സോഴ്സസ് ആണ്, നമുക്ക് ഫണ്ട് കിട്ടാൻ നമുക്ക് എന്തൊക്കെ വഴികളുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാം, that all I have to discuss. And finally ഇന്റേണൽ ട്രേഡ് എന്നുള്ളതാണ്. നമ്മൾ ഇന്റേണൽ ട്രേഡിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ എന്തിനാണ് ഞാൻ ഈ ഒരു സിലബസിലേക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ആദ്യം കടന്നത് എന്ന് വെച്ചാൽ, സിലബസ് മീൻസ് നിങ്ങളുടെ ഫോക്കസ് ഏരിയക്ക് കടന്നത് എന്ന് വെച്ചാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്. അവിടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഫോർമേഷൻ ഓഫ് ബിസിനസ്, ഫോർമേഷൻ ഓഫ് എ കമ്പനി,
അതുപോലെ നമ്മുടെ ബിസിനസ് സർവീസ് എന്ന് പറയുന്ന മൂന്നാമത്തെ ചാപ്റ്റർ, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ചാപ്റ്റർ ആണെന്ന് തോന്നും, പക്ഷെ ഇൻഷുറൻസിനെയും ബാങ്കിനെയും കുറിച്ച് ആധികാരികമായിട്ട് അവിടെ ഡിസ്കഷന് വരുന്നുണ്ട്. അതുപോലെ ഫോർമേഷൻ ഓഫ് കമ്പനീസിൽ നമുക്ക് ഒരുപാട് സമയം നമുക്ക് അവിടെ യൂസ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഞാൻ എന്തിനാണ് ഇത് പറയുന്നതെന്ന് വെച്ചാല് കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള, എന്നാൽ നിങ്ങൾ സ്കൂളുകളിലോ അല്ലെങ്കിൽ മറ്റോ കേട്ട് പരിചയമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഡീൽ ചെയ്തുകൊണ്ട് ആ വിഷയങ്ങളെ കുറിച്ച് അറിവ് ഓൾറെഡി ഉള്ള കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ ഒന്നാമത്തെയും രണ്ടാമത്തെയും യൂണിറ്റിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയക്ക് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ചൊന്ന് സ്പീഡാക്കിയിട്ട് ഡീൽ ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഇത്തിരി കോംപ്ലിക്കേഷൻ വരുന്ന ഏരിയാസ് എന്ത് ചെയ്യണം, കുറച്ച് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. അപ്പോ നിങ്ങൾ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ഞാൻ പറഞ്ഞു പോകുന്നതിന് ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇങ്ങോട്ട് തുറന്ന് ചോദിക്കണം കേട്ടോ. ഇനി ബൈ ചാൻസ് പറയുന്ന കാര്യങ്ങൾ എവിടെയെങ്കിലും ക്ലാരിഫിക്കേഷൻ കുറവോ റിപ്പീറ്റേഷൻ ചെയ്യേണ്ടതായിട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളത് ഓൺ ദി സ്പോട്ട് ചോദിച്ച് മനസ്സിലാക്കണം കേട്ടോ. നമുക്ക് ക്ലാസ് തുടങ്ങല്ലേ, സ്റ്റാർട്ട് ചെയ്യല്ലേ? സാറെ കുറിച്ചൊന്നും പറഞ്ഞില്ല. Oh, sorry for that. Yeah, that's a nice question. I like that. What's your name, bro? ജസീൽ. Yeah, ജസീൽ. എന്റെ പേര് നുഹ്മാൻ. ഞാന് കറന്റ്ലി ദ ബി സ്കൂൾ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെനക്കല്, എനിക്കറിയോ രണ്ടത്താണി ചെനക്കൽ, അവിടെയാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഞാൻ നിലവിൽ അവിടുത്തെ ഫാക്കൽറ്റി അല്ല, 2 ദിവസം മുന്നേ റിസൈൻ ചെയ്തു. പിന്നെ ഞാൻ പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് എന്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത്, M.Com ബിസിനസ് ഫിനാൻസ്. ഞാൻ പൂവാട് എന്ന് പറയുന്ന ഒതുക്കുങ്ങൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട്. ഒതുക്കുങ്ങലിന്റെ ഒരു ഉൾഭാഗത്തേക്ക് ഒരു 1.5 കിലോമീറ്ററോളം കിടക്കുന്ന ഒരു ഏരിയയിലാണ് ഞാനുള്ളത്. പൂവാട് എന്നാണ് എന്റെ എക്സാക്ട് സ്ഥല പേര് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരെയും ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഡൗട്ട് ക്ലാരിഫിക്കേഷന്റെ ഇടയിലോ അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിന്റെ ഇടയിലോ ഇന്ററാക്ഷന്റെ ഇടയിലോ നിങ്ങളെ ഞാൻ പരിചയപ്പെടും. ഓക്കെ, അപ്പോ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടതാണ്. നമുക്ക് ആദ്യം തന്നെ അറിയേണ്ടത് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് വളരെ ഷോർട്ട് ആയിട്ട് 2 കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. എന്താണ് എക്കണോമിക് ആക്ടിവിറ്റി, എന്താണ് നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത്. നമുക്കറിയാം ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം നമ്മളത് അറിയണം. ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രവൃത്തി. പ്രവൃത്തി. നമ്മളെ ഫോഴ്സ്, ഞങ്ങൾ ഫിസിക്സ് ഒരു പക്ഷെ പഠിച്ചു വന്ന ആളുകളാണ് നിങ്ങൾ 10ാം ക്ലാസ്സിൽ. പ്രവൃത്തിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ച് അല്ലെ, പവറും പോലെ ആക്ടിവിറ്റിന്റെ ഒക്കെ ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വന്നതാണ്. നമുക്ക് നമ്മൾ ജനറൽ സെൻസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രവൃത്തി എന്നുള്ളതുകൊണ്ട് പുട്ട് ഫോർവേഡ് എനി എഫേർട്ട് ടു അച്ചീവ് സംതിങ് എന്നുള്ളത് പറയാം. എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എന്താണ് ഒരു എഫേർട്ട് ഡ്രൈവ് ചെയ്യുന്നതിന് നമുക്ക് പ്രവൃത്തി എന്ന് പറയാം. അതൊരു പക്ഷെ പൈസ നേടാനായിരിക്കാം, ചിലപ്പോൾ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഇപ്പൊ നമ്മള് ഒരു TV കാണുക എന്നുള്ളത് ഒരു ആക്ടിവിറ്റിയാണ് അല്ലെ, നമ്മളൊരു എഫേർട്ട് ഇടുന്നുണ്ട് അവിടെ, നമ്മുടെ കണ്ണും ശരീരമായിട്ട് എഫേർട്ട് ഇടുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പറയുന്ന പ്രവൃത്തിയിൽ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്താണ്? സം കൈൻഡ് ഓഫ് റിലാക്സേഷൻ ഓർ എന്റർടൈൻമെന്റ് അല്ലെ, ഒരു വിനോദം മാത്രമാണ് നമുക്ക് അവിടെ. അപ്പൊ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെറ്റിംഗ് അപ്പ് ഓഫ് ഇനി എഫേർട്ട് എന്നുള്ളത് പറയാം. പക്ഷെ ഈ ആക്ടിവിറ്റിനെ നമ്മൾ എന്ത് ചെയ്യണ്ടേ, എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. അപ്പൊ എന്ത് എക്കണോമിക് ആക്ടിവിറ്റി? സാമൂഹിക പ്രവർത്തനം. അതെ, സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? വാട്ട് ഇറ്റ് മീൻ? മോണിറ്ററി. മോണിറ്ററി, എക്സാക്ട്ലി പെർഫെക്റ്റ്. ആ ഒരു വേർഡാണ് അവിടെ വേണ്ടത്. അതായത് മോണിറ്ററി ബെനിഫിറ്റ് സീക്ക് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു എഫേർട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളത്. ആക്ടിവിറ്റി അണ്ടർടേക്കൺ ടു ഏൺ മോണിറ്ററി ബെനിഫിറ്റ് എന്നുള്ളതാണ്. പണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിഷയം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എന്ത് ആക്ടിവിറ്റിയും, നമ്മൾ ചെയ്യുന്ന ജോലി ആവട്ടെ, അതുപോലെ എന്താണ് ആ ജോലികളെ, അത് എന്ത് ജോലികളോ ആവാം. ഇനി നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലോ, ഇറ്റ് ഈസ് ജസ്റ്റ് ഫോർ മെന്റൽ സാറ്റിസ്ഫാക്ഷൻ അല്ലെ. ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അവിടെ പണം എന്ന് പറയുന്ന ഒരു വിഷയം എന്ത് ചെയ്യുന്നില്ല, കയറി വരുന്നില്ല അതിൽ. അതിന് നമുക്ക് എക്സാമ്പിൾ പറയാൻ പറ്റും ചാരിറ്റി അല്ലെ. ചാരിറ്റി എന്താണ്? സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിലീഫ് അല്ലെങ്കിൽ ഒരു ഫെയ്ത്ത്, നമ്മുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്?
ചാരിറ്റി ചെയ്യുന്നത്. അവിടെ നമുക്ക് ഏൺ ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമല്ല നമുക്ക് അവിടെ ഉള്ളത്. അപ്പൊ ആ രീതിയിൽ ആക്ടിവിറ്റീസിനെ എക്കണോമിക് ആക്ടിവിറ്റി എന്നും നോൺ എക്കണോമിക് ആക്ടിവിറ്റി എന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി നമുക്ക് ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഈ എക്കണോമിക് ആക്ടിവിറ്റി എനിക്ക് ആദ്യം ഡീൽ ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് ആണെങ്കിലും ഞാൻ ഇവിടുന്ന് വരാനുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എക്കണോമിക് ആക്ടിവിറ്റി that means the undertaken to earn some monetary benefit. എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്, മോണിറ്ററി ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ, പണപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഏതൊരു വ്യക്തിയും എടുക്കുന്ന ആക്ടിവിറ്റിയെ നമ്മൾ എന്ത് പറഞ്ഞു? എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞു. ഈ എക്കണോമിക് ആക്ടിവിറ്റി നമുക്ക് മൂന്നായിട്ടാണ് വരുന്നത്. ഏതൊക്കെയാണത്? നമുക്ക് ബിസിനസ് വരുന്നുണ്ട്, പ്രൊഫഷന് വരുന്നുണ്ട്, പിന്നെ ബിസിനസ്, പ്രൊഫഷന്, പിന്നെ ഏതാ വരുന്നത്? എംപ്ലോയ്മെന്റ്. ബിസിനസ്, പ്രൊഫഷന്, അതുപോലെ നമുക്ക് എംപ്ലോയ്മെന്റ്. അതിൽ നമുക്ക് പ്രൊഫഷനും എംപ്ലോയ്മെന്റും എന്താന്നുള്ള ആദ്യം ജസ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ബിസിനസ്സിലേക്ക് കിടക്കാം. എന്താ പ്രൊഫഷൻ എന്ന് പറയുന്നത്? എന്താ പ്രൊഫഷൻ? ഡോക്ടർമാര്, ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അതെ, അവരുടെ പ്രത്യേകത എന്താണ്? ഡോക്ടർമാരാവട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആവട്ടെ, അവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? ഫ്രീഡം. എന്താണ്? ഫ്രീഡം. ഓക്കെ, ഫ്രീഡം. പിന്നെ അറിവിന്റെ കാര്യത്തിലോ? ഡീപ്പായിട്ടുള്ള നോളജ് ഉണ്ടാവും. ഡീപ്പായിട്ടുള്ള നോളജ് വേണം എന്നുള്ളതാണ്. അതായത് ഒരു ഒക്കുപേഷൻ ആണ് ചെയ്യുന്നത്, ഒരു ജോലി തന്നെയാണ് ചെയ്യുന്നത്, but it needs specialized knowledge and entry is restricted by a specialized body of undertaking എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതായത് ഇവർക്ക് ഈ പ്രൊഫഷന്റെ പ്രത്യേകത എന്താ? they are doing an occupation, ഒരു occupation ജോലി ചെയ്യാണ്. പക്ഷെ ആ ജോലിക്ക് എന്ത് വേണം? സ്പെഷ്യലൈസ്ഡ് നോളജ് വേണം, അതുപോലെ സ്കില്ല് വേണം. അതിനേക്കാളൊക്കെ ഏറ്റവും പ്രധാനം പറയാനുള്ളത് ആ ഒരു പ്രൊഫഷനിലേക്കുള്ള എൻട്രി എന്ന് പറയുന്നത്, അതിലേക്കുള്ള ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെഗുലേറ്റഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് ബോഡി എന്നുള്ളത്. ഏതെങ്കിലും ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഒരു ബോഡി ഓഫ് എന്താണ് പേഴ്സൺ അല്ലെ, ഒരു ആളുകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ, അവരതിനെ എന്ത് ചെയ്യുന്നുണ്ട്? അവരതിനെ നിയന്ത്രിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഡോക്ടർമാർക്കാണെങ്കിൽ ICMI ഉണ്ട്, അതുപോലെ വക്കീലന്മാർക്കാണെങ്കിൽ, ലോയേഴ്സിനാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ ഉണ്ട് അല്ലെ. CA ക്കാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്ന ICA ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് എന്തുണ്ട്? സ്പെഷ്യലൈസ്ഡ് ബോഡികൾ വരുന്നുണ്ട്. അവരാണ് അതിലേക്കുള്ള എൻട്രി എന്ത് ചെയ്യുന്നത്? അവര് എന്ത് ചെയ്യുന്നത്? നോക്കുന്നത് എന്നുള്ളതാണ്. അടുത്ത നമുക്ക് വരുന്നത് എംപ്ലോയ്മെന്റ് ആണ്. എംപ്ലോയ്മെന്റ് നമുക്കറിയാം, നമ്മള് ഒരു എംപ്ലോയറെ കീഴില് ജോലി തരുന്ന ഒരാളെ കീഴില് എന്തെങ്കിലും ഒന്നുകിൽ കോൺട്രാക്ടിന്റെ ബേസിലോ, അതല്ലെങ്കിൽ ഒരു നിയമത്തിന്റെ ബേസിലോ, അതല്ലെങ്കിൽ ചില കണ്ടീഷൻസിന്റെ ബേസിലോ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നമുക്ക് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവാം? അഗ്രിമെന്റ് ഉണ്ടാവാം, അതായത് കോൺട്രാക്ട് ഉണ്ടാവാം. ഒരു പക്ഷേ കോൺട്രാക്ച്വൽ ബേസിലാണ് നമ്മൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ കോൺട്രാക്ട്സ് ഉണ്ടാവും. അതല്ല നമ്മൾ മറ്റേതെങ്കിലും ഒരു അസോസിയേഷനിലെ വർക്കിന് വെച്ചാൽ അവിടെ റൂൾ ഉണ്ടാവും, കുറച്ച് നിയമങ്ങൾ ഉണ്ടാവും. അതുമല്ല നമ്മൾ കൂലിപ്പണി പോലുള്ള ഈ രീതിക്കുള്ള തൊഴിലുകളാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ മൂന്നെണ്ണത്തിന്റെ ബേസിൽ എന്ത് ചെയ്യാണ്? ഈ മൂന്നിൽ ഏതെങ്കിലും ഒന്നിന്റെ ബേസിൽ നമ്മൾ ഒരാൾക്ക് കീഴിൽ എന്ത് ചെയ്യാണ്? നമ്മൾ വർക്ക് ചെയ്യണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? എംപ്ലോയ്മെന്റ് എന്ന് വിളിക്കാം. ദെൻ ഐ ആം ഗെറ്റിംഗ് ടു ദിസ് കൺസെപ്റ്റ് ഓഫ് ബിസിനസ്. അടുത്തത് നമ്മൾ വരുന്ന ബിസിനസ് ആണ്. സോ ഹിയർ ദർ ഈസ് എ ക്വസ്റ്റ്യൻ ഫോർ യു. വാട്ട് യു മീൻ ബൈ ബിസിനസ്? എന്താ ബിസിനസ് എന്ന് പറഞ്ഞാൽ? ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ലേ ബിസിനസ്? ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ബിസിനസ്. ഓക്കെ, ഈ പറയുന്ന ആളെ പേര് ഒന്ന് പറയോ? സിനാനെ, ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു ഡൗട്ട് ചോദിക്കട്ടെ. എന്റെ കയ്യിൽ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ഞാനത് 90,000, അതായത് 90,000 രൂപക്ക് ഞാനത് വാങ്ങി. ഞാനത് മറിച്ച് വിറ്റത് 1,00,000 രൂപയ്ക്കാണ്. എനിക്ക് 10,000 രൂപ ലാഭം കിട്ടി.
ക്യാൻ യു കോൾ ഇറ്റ് ആസ് എ ബിസിനസ്? ഇതൊരു ബിസിനസ് ആയിട്ട് വിളിക്കാൻ പറ്റൂല എന്നാണ് ചോദ്യം. ഇല്ല. എന്തുകൊണ്ട്? റെഗുലർ ഡീലിങ്സ് ആയിട്ടുള്ള പറ്റുക, അങ്ങനെയാണ് ബിസിനസ്. റെഗുലർ ആയിട്ട്. Absolutely magnificent. അതെ, അത് തന്നെയാണ് അതിനുള്ള ഉത്തരം. അതായത് ലാഭം നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു എക്കണോമിക് ആക്ടിവിറ്റി റെഗുലർ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ബിസിനസ് എന്ന് വിളിക്കാം. അപ്പൊ നിങ്ങൾ എപ്പോഴും ആലോചിക്കണം, ഒരു സിമ്പിൾ ട്രാൻസാക്ഷൻ ഒരിക്കലും ഒരു ബിസിനസ് അല്ല. എപ്പോഴാണ് അതൊരു റെഗുലാരിറ്റി ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ എന്ത് പറയാ, അതിനെ ബിസിനസ് എന്ന് പറയാം, അല്ലേ? അപ്പൊ നമുക്ക് എന്താണ് ബിസിനസ് എന്നുള്ളത് മനസ്സിലായി. അടുത്ത നമുക്ക് ഡീൽ ചെയ്യേണ്ടത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ്. എന്തൊക്കെയാണ് ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ളതാണ്. എന്താ ബിസിനസിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പറയുന്നത്? ഇറ്റ്സ് ആൻ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളതാണ്. അത് നിങ്ങൾക്കും അറിയുന്ന കാര്യമാണ്. എക്കണോമിക് ആക്ടിവിറ്റി തന്നെയാണ് ബിസിനസ്. കാരണം എന്താ? ബിസിനസ് ഈസ് ക്യാരിഡ് ഔട്ട് ടു ഏൺ എ മോണിറ്ററി ബെനിഫിറ്റ്, അല്ലെ? ബിസിനസ് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? വി ഹാവ് ടു സീക്ക് സം മോണിറ്ററി ബെനിഫിറ്റ്. നമുക്ക് എന്ത് കിട്ടണം? കുറച്ച് മോണിറ്ററി ബെനിഫിറ്റുകൾ അതിൽ നിന്ന് കിട്ടണം. ദാറ്റ്സ് വൈ ബിസിനസ് ഈസ് ആസ് എ എക്കണോമിക് ആക്ടിവിറ്റി എന്നുള്ളതാണ്. രണ്ടാമത് വരുന്നത് പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. നമുക്കറിയാം ബിസിനസിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഈസ് ദ പ്രൊഡക്ഷൻ ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, അല്ലെ? ഓൺ എ റെഗുലർ ബേസിസ് ടു ഏൺ മണി എന്നുള്ളതാ. ഒന്നെങ്കിൽ നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം, അതായത് നിർമ്മിക്കണം. ഇപ്പൊ നമുക്കറിയാം കാർ നിർമ്മാണം, ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, അവരിപ്പോ എന്താണ്, ഓട്ടോമൊബൈൽ ഈ വാഹനങ്ങളാവട്ടെ മറ്റു കാര്യങ്ങളാവട്ടെ, അവരെന്ത് ചെയ്യാണ്? അത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? അത് സെയിൽ ചെയ്യാണ്, അല്ലെ? നമുക്ക് സെയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡ്യൂസ് തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? സൂപ്പർ മാർക്കറ്റുകൾ എന്ന് ചെയ്യുന്നത് അവരും ബിസിനസ്സാ ചെയ്യുന്നത്. അവരൊരിക്കലും പ്രൊഡ്യൂസ് ചെയ്യണമെന്നില്ല. അവർ ചില പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവാം, പക്ഷെ മിക്കതും അവരെന്ത് ചെയ്യുന്നുണ്ട്? അവരിങ്ങോട്ട് വാങ്ങിക്കുകയാണ്, അല്ലെ? അപ്പൊ അവിടെ പ്രൊക്യൂർമെന്റ്, ഒന്നുകിൽ നമ്മൾ പലോല എടുക്കുന്നതായിട്ട് അസംബിൾ ചെയ്യുക, ഒരുമിച്ച് കൂട്ടിയിട്ട് പിന്നെ അതെടുത്ത് വിൽക്കലും ആവാം. അപ്പൊ ബിസിനസ് ആക്ടിവിറ്റി ഈസ് എയ്തർ പ്രൊഡക്ഷൻ or procurement of goods and services. Any doubt? ആരോ ഒരാളെ വോയിസ് കേട്ടോ, അതാണ് ചോദിച്ചത്. ഡൗട്ടില്ല. ഇല്ല. ഓക്കെ. അടുത്തത് വരുന്നത് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രൊഡക്ഷനോ പ്രൊക്യൂർമെന്റോ എന്തിനു വേണ്ടിയിട്ടാണ്? അത് നമുക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വരുന്നത് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ എ റെഗുലർ ബേസിസ്. നമ്മുടെ സിനാൻ ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതായത് സിംഗിൾ ട്രാൻസാക്ഷൻ ഒരിക്കലും എന്തല്ല, ഒരു ബിസിനസ് അല്ല. നമുക്ക് എന്ത് വേണം? വി ഹാവ് ടു ഡു ദാറ്റ് ഇൻ എ കണ്ടിന്യൂസ് ബേസിസ് എന്നുള്ളതാ, ഓർ ഇൻ എ റെഗുലർ മാനർ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിമ്പിൾ ട്രാൻസാക്ഷൻ ഒരിക്കലും ബിസിനസ് അല്ല. നമ്മൾ എന്ത് ചെയ്യണം? അവിടെ റെഗുലാരിറ്റി ഉണ്ടായിരിക്കണം എന്നുള്ളതും ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ബിസിനസ്സിലെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയാൻ പറ്റുന്നതാണ്. അടുത്തത് പറയുന്നത് പ്രോഫിറ്റ് ഏർണിംഗ് ആണ്. വി ഓൾറെഡി നോ എക്കണോമിക് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട് ടു ഏൺ മണി. Obviously, this business is carried to earn money എന്നുള്ളത്. എക്കണോമിക് ആക്ടിവിറ്റി തന്നെ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ബിസിനസിന്റെ പ്രൈം മോട്ടീവ് തന്നെ എന്നെ പറയുന്നതാണ് എന്ത് പറയുന്നത്? ഏൺ പ്രോഫിറ്റ് ഏർണിംഗ് എന്ന് പറയുന്നത്. ബിക്കോസ് മണി ഈസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. പൈസയാണ് ബിസിനസിന്റെ ലൈഫ് ബ്ലഡ്. സ്വാഭാവികമായിട്ടും ആ പൈസ വരുന്നത് നമുക്ക് എങ്ങനെയാണ്? പ്രോഫിറ്റിലൂടെയും വെൽത്ത് ക്രിയേഷനിലൂടെയൊക്കെയാണ് നമുക്കത് വരുന്നത്. ദെൻ അൺസർട്ടൈനിറ്റി ഓഫ് റിട്ടേൺ. അൺസർട്ടൈനിറ്റി ആൻഡ് റിസ്ക് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത എലമെന്റ് ഓഫ് റിസ്കും കൂടെ താഴെ ഉണ്ട്, അല്ലെ? രണ്ടുകൂടെ കൂട്ടി പറയാണ്. അൺസർട്ടൈനിറ്റി ആൻഡ് റിസ്ക് എന്നുള്ളത് ബിസിനസിന്റെ ഇൻഹെറന്റ് ആയിട്ടുള്ള, ബിസിനസ് ഉണ്ടോ അതിന്റെ ഒപ്പം ഉണ്ട് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അപ്പൊ എന്താണ് റിസ്ക്? റിസ്ക് ഇസ് ദ പോസിബിലിറ്റി ഓഫ് ലോസ്. നമുക്ക് നഷ്ടം വരാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ എന്ത് കാണുന്നത്? റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഈ റിസ്കും അൺസർട്ടൈനിറ്റി, അവ്യക്തത, നമ്മുടെ മുന്നിൽ എന്ത്, നാളത്തെ റിട്ടേൺ എന്ത്, നാളത്തെ കേസ് എന്ത്, നാളത്തെ അവസ്ഥ എന്ത് എന്നുള്ളത് നമുക്ക് ഒരിക്കലും ബിസിനസ്സിൽ പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ കഴിയില്ല. പക്ഷെ നമുക്ക് അതിനെ ആന്റിസിപ്പേറ്റ് ചെയ്യാം.
നമുക്കതിനെ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവാം. അങ്ങനെ അതിനെ ആന്റിസിപ്പേറ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് അതിനനുസരിച്ച് സ്ട്രാറ്റജീസ് മെനയുന്ന ആളുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഡിമോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വെല്ലുവിളി നമ്മൾ എല്ലാവരും നേരിട്ടതാണ്. പക്ഷെ ചില ബിസിനസ്സുകൾ സക്സസ് ആയിട്ട് വീണ്ടും മുന്നോട്ട് പോയി. അപ്പൊ അവരാ ഒരു പെർട്ടിക്കുലർ റിസ്കിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് അവരുടെ ആ സമയത്ത് വിജയം എന്ന് പറയുന്നത്. അപ്പൊ എനിത്തിങ് അല്ലെ, റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റി ഈസ് ഇൻഹെറന്റ് ഇൻ ബിസിനസ്. നമ്മളത് എങ്ങനെ മാനേജ് ചെയ്യണോ എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പോയിന്റ് കൺസെപ്റ്റ് ഓഫ് ബിസിനസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബിസിനസ് നമ്മുടെ സിലബസിൽ പറയുന്ന ഫസ്റ്റ് 2 പോയിന്റ്സ് നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞു. ഐ തിങ്ക് ഓൾ ഓഫ് യു ക്ലിയർ ദാറ്റ് ഏരിയ. ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ? നോ സർ. നോ, താങ്ക് യു. നമ്മൾ നെക്സ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത് ഈ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ക്ലാസിഫിക്കേഷനെയാണ്. നമുക്കറിയാം ബിസിനസ്, നമ്മൾ ഒരുപാട് ബിസിനസ്സുകളെ കുറിച്ച് നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നറിയാം. ഈ ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കാൻ നിൽക്കണ്ട. നമ്മളെ മുന്നിൽ എത്രയോ ബിസിനസ്സുകൾ നമ്മൾ കാണുന്നേ, നമ്മളെ പെട്ടി കടകൾ മുതലേ നല്ല ബിസിനസ് ലെജൻസിനെ വരെ നമ്മൾ കാണുന്നു. അതിന്റെ ഇടയിൽ അവർ ചെയ്യുന്ന പ്രവർത്തികൾ ഓരോന്നും വ്യത്യസ്തവുമാണ്. ചിലവര് കോറികളിലാണ് ക്യാഷ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ, ചിലവര് മൈനിങ് എന്നാണെങ്കിൽ, ചിലവര് ഫാമിംഗ് എന്നായിരിക്കാം, അതല്ലെങ്കിൽ ഡിഫറെന്റ് തേനീച്ച വളർത്തല്, അല്ലെങ്കിൽ എന്താണ് ചെടി വളർത്തല്. ഇനി അതുമല്ല ചിലവര് വില്ലാസും ബിൽഡിങ്ങും ഉണ്ടാക്കി വിൽക്കലാവാം. ചില ആളുകൾക്ക് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാവാം. ചില ആളുകൾ സ്പേസിലേക്ക് ടൂർ നടത്തുന്നതിനുള്ള തയ്യാറെടുപ്പെടുത്തിട്ടുണ്ടാവാം. എല്ലാ രീതിയിലും ഹോസ്പിറ്റല്, ബാങ്ക്, മെർച്ചന്റ് ഫിനാൻസിങ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണ്ടേ, നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഇതിനെ എല്ലാത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതൊക്കെ ബിസിനസ് ആക്ടിവിറ്റീസ് ആണല്ലോ. അപ്പൊ ഈ ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം we are broadly classified. The business activities are broadly classified into 2, industry and commerce. ബിസിനസ് ആക്ടിവിറ്റീസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കുമ്പോൾ അതിന് നമ്മൾ ബേസിക് ആയിട്ട് 2 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രിയും കൊമേഴ്സും. അപ്പൊ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡീൽ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡസ്ട്രിയിലേക്ക് പോവാം. എന്താണ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്തായിരിക്കും ഇൻഡസ്ട്രി? വ്യവസായം. എന്താണ് ഈ വ്യവസായത്തിൽ നമ്മൾ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ലോജിക്കൽ ക്വസ്റ്റ്യൻ ആണ്. എന്താ ഇവിടെ നമ്മൾ ചെയ്യുന്നത്? പ്രൊഡക്ഷൻ ചെയ്യാറ്. പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ടാവാം. പിന്നെ പ്രൊഡക്ഷൻ മാത്രം അല്ലാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം തന്നോട് ചോദിക്കുകയാണ്. അതായത് എന്റെ കയ്യിൽ കുറച്ച് എന്താണ് എക്സ്ട്രാക്ഷൻ, മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റും. എക്സ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് ഇത്രയേ ഉള്ളൂ. ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻടു യൂസ്ഫുൾ ഗുഡ്സ് എന്നുള്ളതാണ്. എന്ത് റിസോഴ്സസ് നമുക്ക് കിട്ടി എന്നുള്ളതല്ല ചോദ്യം. അത് ചിലപ്പോ നെല്ലിന്റെ വിത്താവാം, ചിലപ്പോ കുറച്ച് മീനുകളാവാം, മത്സ്യങ്ങളെ, ചിലപ്പോ നമുക്ക് കുറച്ച് പെട്രോളും കൽക്കരിയൊക്കെ ആവാം, എന്തും ആവാം. നമുക്ക് കിട്ടുന്ന റിസോഴ്സസ് എന്തെന്നുള്ളതല്ല, അതിനെ യൂസ്ഫുൾ ഗുഡ്സ് ആക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, വോണ്ട് സാറ്റിസ്ഫൈങ് പവർ എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു കഴിവ്. അപ്പൊ നെൽമണിക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ ആ നെൽമണി വിതറിയിട്ട് എന്ത് ചെയ്യണം, കൂടുതൽ നെല്ലുണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം, നമ്മളെ ആവശ്യം നിറവേറ്റണം. അതല്ല നമുക്ക് പെട്രോളോ ഡീസലോ കൽക്കരിയൊക്കെ കിട്ടണമെന്ന് വെച്ചാൽ അതിനൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇന്ധനമാക്കി നമ്മൾ അതിനെ മാറ്റണം. അപ്പൊ ഇൻഡസ്ട്രി ഇത്രേ ചെയ്യണുള്ളൂ, കൺവേർഷൻ ഓഫ് റിസോഴ്സസ് ഇൻ ടു യൂസ്ഫുൾ ഗുഡ്സ്, യൂസ്ഫുൾ മാനർ എന്നുള്ളതും വേണമെങ്കിൽ പറയാം. സർവീസിന്റെ കേസിലൊക്കെ നമുക്ക് മാനർ എന്ന് യൂസ് ചെയ്യായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് കിട്ടുന്ന റിസോഴ്സസിനെ നമ്മൾ യൂസ്ഫുൾ ആക്കി മാറ്റുന്ന എല്ലാ പ്രോസസ്സിനെയും എന്ത് പറയും, ഇൻഡസ്ട്രി എന്ന് പറയും. ആ ഇൻഡസ്ട്രിയെ നമ്മൾ ബേസിക് ആയിട്ട് 3 ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷറി. അതിലെ ഈ ടെർഷറി എന്താ ഉദ്ദേശിക്കുന്നത്? ടെർഷറി മേഖല എന്ന് പറയുമ്പോൾ അതിന്റെ വിതരണത്തിന്റെ ഭാഗമാണ്. വിതരണം, ഓക്കെ, അതൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും നമ്മൾ സർവീസ് മേഖലകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്,
ടെർഷറി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഇൻഡസ്ട്രീന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കണം വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ്സ് ആൻഡ് സർവീസ്. എന്താ ഗുഡ്സും സർവീസും തമ്മിലുള്ള മാറ്റടാ? സർവീസിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ നമുക്ക്? ബാങ്ക് ഉണ്ട്, പിന്നെ ഇൻഷുറൻസ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, പിന്നെ എന്തൊക്കെയുണ്ട്? ഏതാണ്? ട്രാൻസ്പോർട്ടേഷൻ. അബ്സല്യൂട്ട്ലി ട്രാൻസ്പോർട്ടേഷൻ. നമ്മൾ വിമാനത്തിൽ പോണത് നമ്മൾ എന്തെങ്കിലും വാങ്ങാനാണോ? അല്ല, നമ്മൾ യാത്ര ചെയ്യണം. ആ ട്രാൻസ്പോർട്ടേഷൻ നമുക്കൊരു സർവീസ് ആണ്, അല്ലെ? പിന്നെന്താണ്? ഡോക്ടേഴ്സിന്റെ ഫെസിലിറ്റി. നമ്മൾ ഹോസ്പിറ്റൽ ഓൾറെഡി പറഞ്ഞു. ലോയേഴ്സിന്റെ നമുക്ക് അവരുടെ കിട്ടുന്ന ബെനിഫിറ്റ്, അത് നമുക്ക് സർവീസ് ആണ്, അല്ലാതെ ഗുഡ്സ് അല്ല. അപ്പൊ നമുക്ക് സർവീസും ഗുഡ്സും നമ്മൾ ക്ലാസിഫൈ നമുക്ക് പറയാൻ പറ്റും. ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഫിസിക്കൽ മോഡിലുള്ള ടാഞ്ചിബിൾ ആയിട്ടുള്ള വസ്തുക്കളെ നമ്മൾ എന്ത് പറയും? ഗുഡ്സ് എന്ന് പറയും. പക്ഷെ നമ്മൾക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളെ we cannot see, we cannot touch, but we can feel and avail the thing എന്നുള്ളതാണ്. നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല, തൊടാൻ പറ്റില്ല. എന്താണ് അത്? ഒരിക്കലും നമുക്ക് കാണാൻ കഴിയില്ലെങ്കിൽ പോലും നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും, നമുക്കത് അവെയിൽ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഡോക്ടറെ അടുത്ത് പോയാല് അയാളുടെ അടുത്ത് കിട്ടുന്ന സേവനം നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, പക്ഷെ നിങ്ങളുടെ അസുഖം മാറുമ്പോൾ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ ഒരു ലോയർ അയാൾ കോടതിയിൽ വാദിച്ചുണ്ടാക്കിയെടുക്കുന്ന റിസൾട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല അവസാനം, പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെന്റ് സാധ്യമായിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ മേഖല സംസാരിക്കുന്നത് ഗുഡ്സിനെ, ഫിസിക്കൽ തിങ്സിനെ കുറിച്ചിട്ടാണെങ്കിൽ, ടെർഷറി മേഖല സംസാരിക്കുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? സേവനങ്ങൾ, അതായത് സർവീസിനെ കുറിച്ചിട്ടാണ് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ആ ക്ലാരിഫിക്കേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. പറയടാ. ആ സർവീസ് ആണോ ഈ ബിസിനസിന്റെ ഡെഫിനേഷനിൽ വരുന്ന സർവീസ്? അതെ, തീർച്ചയായിട്ടും ചില ആളുകൾ അത് ആ സർവീസ്, ഗുഡ്സ് ഓർ സർവീസ് എന്ന് പറയുന്നതിന്റെ സർവീസ് ഏതാണെന്നറിയോ? ഇപ്പൊ നമ്മൾ സംസാരിച്ച ഈ ബിസിനസ് സർവീസുകളാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ ചാരിറ്റിക്ക് മീൻ ചെയ്യുന്ന ഒരു സർവീസ് ഉണ്ടല്ലോ, ആ സർവീസ് അല്ല നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോ ഗുഡ്സും സർവീസും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞതില്ലേ, ഈ സർവീസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടോ ആർക്കെങ്കിലും? ക്ലിയർ അല്ലേ? എന്തായാലും മിണ്ടാത്ത? എന്റെ വോയിസ് കേൾക്കുന്നില്ല? ക്ലിയർ അല്ലേടാ? കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മൾ പറയുന്നത് പ്രൈമറി മേഖലയിലേക്കാണ്. എന്താടാ? സെക്കൻഡറിയും ടെറിട്ടറി ഒന്നും പറയാൻ പറയാം. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. അതായത് ഞാൻ നിങ്ങൾക്കൊരു കൂടുതൽ ക്ലാരിഫിക്കേഷൻ, ഒരു അഡ്വാൻസ്ഡ് നോളജ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് ടെർഷറിനെ കുറിച്ച് പറഞ്ഞത്. ടെർഷറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഗുഡ്സ് ആൻഡ് സർവീസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ നമുക്കറിയാം ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ തിങ്സ് ആണ്, നമുക്ക് കാണാൻ പറ്റും, തൊടാൻ പറ്റും എന്നുള്ളത്. പക്ഷെ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടൂല? നമുക്ക് കാണാനോ തൊടാനോ അല്ലെങ്കിൽ അതൊന്നും പറ്റൂലെങ്കിലും നമുക്കത് ഫീൽ ചെയ്യാനേ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമ്മുടെ ഈ പ്രൈമറി ആൻഡ് സെക്കൻഡറി ടോട്ടലി ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ഫിസിക്കൽ തിങ്സിനെ കുറിച്ചിട്ടാണ്. ഗുഡ്സ് ആൻഡ് ഗുഡ്സിനെ കുറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡീൽ ചെയ്യുന്നത്. നമുക്ക് അതിൽ എന്ത് കാണാൻ കഴിയില്ല? അധികം സർവീസ് കാണാൻ കഴിയൂല. പക്ഷെ സർവീസ് കാര്യങ്ങളെ കുറിച്ച് മുഴുവൻ പ്രതിപാദിക്കുന്നത് നമ്മുടെ ടെർഷറി മേഖലയിലാണ്. ഹോസ്പിറ്റല് സർവീസ് ആണ്, അത് ടെർഷറി ആണ്. അതുപോലെ നമ്മുടെ ബാങ്ക്, ഇൻഷുറൻസ്, മെർച്ചന്റ് ബാങ്കിങ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതുപോലെ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകൾ, ഇങ്ങനെ വരുന്നതൊക്കെ നമുക്ക് സർവീസസ് എവിടെ വരുന്നത്? ടെർഷറി മേഖലയിലാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക എന്ന് കരുതിയിട്ട് പറഞ്ഞതാണ്. ഇനി നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊന്നുകൂടെ ക്ലിയർ ആവും. ചോദിക്കടാ. ഈ ഡോക്ടറും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒക്കെ പ്രൊഫഷണൽ അല്ലേ? പ്രൊഫഷൻ ആണ്. അത് ഏത് മേഖലയിൽ വരുന്ന ചോദിച്ചാൽ ടെർഷറി മേഖലയിൽ വരും. പക്ഷെ ഈ ഡോക്ടർമാര് ഓരോരോ ഹോസ്പിറ്റലിൽ പോയി വർക്ക് ചെയ്യൂലേ? അപ്പൊ ഒരാളെ കീഴിലല്ലേ? അപ്പൊ അത് എംപ്ലോയ്മെന്റ് ആവും. നല്ലൊരു ചോദ്യമാണ് അത്. ഞാൻ ഏതായാലും ഇപ്പൊ ചോദിച്ച സ്ഥിതിക്ക് ഇപ്പോഴേ ക്ലിയർ ചെയ്തു തരാം. നിങ്ങൾക്ക് ഇപ്പൊ കുറെ ചോദ്യം വരികയാണ്.
എന്നിട്ട് ഇതിനോട് പറയാണ് ഇത് ബിസിനസ് പ്രൊഫഷനെ എംപ്ലോയ്മെന്റ് ആക്കി തരം തിരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ ഒരു രണ്ട് കേസ് വരും. ഒന്ന് ഡോക്ടർ എന്ന് വന്നിട്ടുണ്ടാവും, ഹാവിങ് ഓൺ ക്ലിനിക്ക്, ഡോക്ടറിന്റെ സ്വന്തം ക്ലിനിക്കായിട്ട് ഡോക്ടർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അതല്ലെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യാണ്, ഒരു ഹോസ്പിറ്റലിൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഡോക്ടർ എന്ത് ചെയ്യാണ്, വർക്ക് ചെയ്യാണ്. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഡോക്ടർ ഓൺ ക്ലിനിക്കിൽ വരുമ്പോൾ അതെന്തായി, അത് പ്രൊഫഷനായി. പക്ഷെ ഡോക്ടർ ഒരാളെ കീഴില് ഒരു ഹോസ്പിറ്റലില് വർക്ക് ചെയ്യുകയാണെങ്കിൽ, സാലറിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ അതെന്തായി, അത് എംപ്ലോയ്മെന്റ് ആയി. നിങ്ങൾക്ക് അതിന് നല്ലൊരു എക്സാമ്പിളും കൂടെ ഞാൻ, വിശദീകരണം കൂടെ ഞാൻ തരാം. പ്രൊഫഷൻ ചാർജ് ചെയ്യുക എന്താണ്, പറയടാ. പ്രൊഫഷൻ ചാർജ് ചെയ്യുക എന്താണ്, ഫീസ് ആണ്. എംപ്ലോയ്മെന്റിൽ അയാൾക്ക് കിട്ടുക എന്താണ്, സാലറി. നിങ്ങൾ നോക്കിക്കോളി, ഡോക്ടറുടെ സ്വന്തം ക്ലിനിക്ക് ആണെങ്കിൽ അയാൾ നമ്മുടെ നിന്ന് വാങ്ങുന്നത് എന്താണ്, ഫീസാണ്. പക്ഷെ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഡോക്ടർ ഒന്നും അറിയുന്നില്ല. നമ്മളെ ഹോസ്പിറ്റലുകാർ നമ്മുടെ നിന്ന് ഒരു ഫീസ് വാങ്ങും. എന്നിട്ട് അവരെന്ത് ചെയ്യും, അവര് ഡോക്ടർക്ക് ഒരു മാസം കൂടുമ്പോ അയാൾക്ക് പറഞ്ഞു വെച്ച സാലറി 1.5 ലക്ഷം ആണെങ്കിൽ ആ 1.5 ലക്ഷം എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്, സാലറി കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു കേസിൽ അത് എംപ്ലോയ്മെന്റ് ആവും. ടീച്ചിങ് ഒരു പ്രൊഫഷനാണ്. പക്ഷെ ഞാൻ ഒരു ട്യൂഷൻ സെന്ററിന്റെ കീഴില് അല്ലെങ്കിൽ ഒരു കോച്ചിങ് സെന്ററിന്റെ കീഴില് ഞാൻ അവര് തരുന്ന സാലറിക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ എന്താണ്, എംപ്ലോയ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് എന്നുള്ളത് ഓർത്തു വെക്കുക കേട്ടോ. അപ്പൊ നമ്മള് അത് ക്ലിയർ അല്ലേ? അപ്പൊ നമ്മള് പ്രൈമറി, എന്താടാ പ്രൈമറി മേഖലയിൽ പ്രത്യേകിച്ച് വരുന്നത്? എന്താ പ്രൈമറി മേഖല എന്ന് പറഞ്ഞാല്? എന്തായിരിക്കും പ്രൈമറി മേഖല? നിങ്ങൾ നേരത്തെ പറഞ്ഞ 2 വേർഡ്സുകളാണ്. ഏതൊക്കെയായിരുന്നു? എക്സ്ട്രാക്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് നേച്ചുറൽ റിസോഴ്സസ് ആൻഡ് റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ലിവിങ് ഓർഗാനിസം എന്നുള്ളതാണ്. എക്സ്ട്രാക്ഷൻ ഓർ പ്രൊഡക്ഷൻ ഓഫ് നേച്ചുറൽ റിസോഴ്സസ്. ഒന്നിന്റെ നേച്ചുറൽ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്ട്രാക്ട് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ചില നേച്ചുറൽ റിസോഴ്സസ് നമ്മൾ എന്ത് ചെയ്യാണ്, അതിന്റെ പ്രൊഡക്ഷൻ നടത്തുകയാണ്. നേച്ചുറൽ റിസോഴ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ ചില നേച്ചുറൽ റിസോഴ്സ് മത്സ്യകൃഷി ചെയ്യുന്ന ആൾ കൂടുതൽ മത്സ്യങ്ങൾ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അവിടെ, അല്ലെ? ഏത് പ്രോസസ്സിലൂടെ എന്നുള്ളതല്ല, അയാളെ സ്വയം എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോ നമുക്ക് എന്താണ്, ഒന്നെങ്കിൽ നമുക്കത് എക്സ്ട്രാക്ഷൻ, നമ്മളത് കുഴിച്ചെടുക്കുക, അല്ലെങ്കിൽ മണ്ണിന്ന് എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വഴിക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മളത് പ്രൊഡക്ഷനോ. എന്നിട്ട് അതല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, റീപ്രൊഡക്ഷനാണ് നമ്മൾ ഈ കൃഷികളും കാര്യങ്ങളൊക്കെ വരുന്നത്. അതാണ് നമ്മുടെ എന്ത് വരുന്നത്, പ്രൈമറി ഇൻഡസ്ട്രിയിൽ വരുന്നത്. അതിൽ വരുന്ന 2 കാര്യങ്ങളാണ് എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും. ആ പ്രൈമറി ഇൻഡസ്ട്രീനെ വീണ്ടും ക്ലാസിഫൈ ചെയ്യാണ് എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും. എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആൻഡ് ജനറ്റിക് ഇൻഡസ്ട്രി എന്നുള്ളതാണ്. എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല്? എന്താണ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി? എക്സ്ട്രാക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി എന്തായിരിക്കും? ഒന്നുകൂടെ ക്ലിയർ മൈനിങ്. അതെ, മൈനിങ് അതിൽ വരും. പിന്നെ ഫിഷിങ്. നമുക്ക് എന്ത് പറയാ, പ്രകൃതിയിൽ നമ്മള് എന്തെങ്കിലും ഒരു കാര്യം കുഴിച്ചെടുക്കുകയോ അല്ലെങ്കിൽ എന്താണ് വലിച്ചെടുക്കുകയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാ, എക്സ്ട്രാക്റ്റീവ്. അതായത് നമുക്ക് എക്സ്ട്രാക്ഷൻ ഓർ ഡ്രോയിങ് ഔട്ട് എന്നുള്ളത് പറയാൻ പറ്റും. ഡ്രോയിങ് ഔട്ട് നമ്മളെ വലിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് കുഴിച്ചെടുക്കുക. ആ വക ഫീൽഡിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ വരും, എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി വരും, അല്ലെ? പിന്നെ അതുപോലെ നമുക്ക് എന്ത് വരും, നേച്ചർ റിസോഴ്സിന്റെ യൂസേജ് വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. എന്താ ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുമ്പോ? ബ്രീഡിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആനിമൽസ് എന്തിനും വേണ്ടിയിട്ടാണ്? അതെ, ഫോർ ദെയർ യൂസ് ഇൻ ഫർദർ റീപ്രൊഡക്ഷൻ, അല്ലെ? നമ്മൾ ഈ ഒരു അനിമൽസിനെ ബ്രീഡ് ചെയ്യുമ്പോൾ ഒരു പശുവിനെ വളർത്തുന്നോണ്ട് അയാൾ ആ പശുവിന്റെ പാല് മാത്രം കറന്നു കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല അയാളുടെ ലക്ഷ്യം, അല്ലെ? അതിൽ വരുന്ന റീപ്രൊഡക്ഷനും അയാൾ എയിം ചെയ്യുന്നുണ്ട്. അതായത് പശുവിന് കുട്ടി ഉണ്ടാകുന്ന ആ കുട്ടീനെ പിന്നീട് അങ്ങനെ പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ബിസിനസ് അത് വളരുന്നതായിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിമൊരു ലക്ഷ്യം കാണുന്നുണ്ട്. അപ്പൊ ഫർദർ റീപ്രൊഡക്ഷനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മള് ബ്രീഡിങ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനൊക്കെ എൻഗേജ് ചെയ്യുന്നതാണ് എന്ത് പറയുന്നത്,
ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമുക്ക് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിന് എക്സാമ്പിൾസ് എന്തൊക്കെയാ പറയാൻ പറ്റും? ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണ്ട് കേട്ടോ. ഒന്ന് നിങ്ങൾ പറഞ്ഞ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷൻ. നമ്മൾ മണ്ണിന്ന് എന്ത് ചെയ്യാണ്, ഭൂമിക്ക് അടിയെന്ന് പണ്ട് കാലങ്ങളിലും എന്താണ് ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയും അല്ലെ. ഫോസിൽ ഇന്ധനങ്ങൾ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് മണ്ണിനടിയിൽ അകപ്പെട്ട ജീവികളുടെയും അതുപോലെ നമ്മുടെ മരങ്ങളുടെയും സസ്യലതാക്കളുടെയും ഒക്കെ എന്താണ് ചീഞ്ഞ ഫോസിലിന് നമുക്ക് എന്ത് ചെയ്യണ്ടേ, കുറെ ഇന്ധനങ്ങൾ വരുന്നുണ്ട്. അത് നമ്മൾ കുഴിച്ചെടുക്കും. അതിന് നമ്മൾ പെട്രോളിയായിട്ടും ഗ്യാസ് ആയിട്ടും എന്താണ് അതുപോലെ ഡീസലായിട്ടും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണ്ടേ, ആ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുത്ത് അതിനെ മാറ്റി തിരിക്കുന്നുണ്ട്. അതിന്റെ ഒപ്പം കിട്ടുന്ന നേച്ചുറൽ ഗ്യാസിനെ സംസ്കരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ, പല വിധത്തിലുള്ള ഗ്യാസുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അപ്പൊ ഓയിൽ ആൻഡ് ഗ്യാസ് എക്സ്ട്രാക്ഷൻ എന്തിൽ വരുന്നതാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിലാണ്. മൈനിങ് ഇതിൽ വരുന്നതാണ്, നമ്മുടെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിലാണ്. എടാ കോറികളില്ലടാ, നമുക്ക് മാർബിൾ കോറി ഉണ്ട്. നമ്മളെ രാജസ്ഥാനെ ആ ഭാഗത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മാർബിൾ ഗ്രാനൈറ്റ് കോറികളുണ്ട്. നമ്മുടെ നാട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ചെങ്കൽ കോറികളും കരിങ്കൽ കോറികളും ഉണ്ട് അല്ലെ. ഈ പറയുന്ന കോറികളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ടൈൽസ് അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മാർബിളും ഗ്രാനൈറ്റും ഒക്കെ നമ്മളെ കരിങ്കല്ലും കോറിയെ പോലുള്ള കോറികളിൽ നിന്ന് എന്ത് ചെയ്യാണ്, പൊട്ടിച്ചെടുത്ത് കൊണ്ടുവരുന്ന കല്ലുകളാണ് കേട്ടോ അതൊക്കെ. അപ്പൊ ഈ കോറികളൊക്കെ ഏതാണ് വരുന്നത്? കോറികള് ഡ്രെഡ്ജിങ് ആൻഡ് കോറിങ് എന്നാ പറയാ. മണ്ണ് നീക്കലും കോറികളും അങ്ങനെ പറയാം കേട്ടോ, ഡ്രെഡ്ജിങ് ആൻഡ് കോറിങ്. പിന്നെ ലംബറിങ് എന്താടാ? ലംബറിങ് എന്താണ്? ലംബറിങ് മരം വെട്ടലാണ് കേട്ടോ. മരം വെട്ടലും നമ്മുടെ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. ഹണ്ടിങ്, ഫിഷിങ്, വേട്ടയാടല്, ഫിഷിങ്ങും മീൻ വളർത്തലും മീൻ പിടിക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണേ. ഫിഷിങ് എവിടെ വരുന്നതാണ്? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരുന്നതാണ്. പക്ഷെ മീനുകളെ വളർത്തുകയാണെങ്കിൽ ഇത് എവിടെ വരിക? നമ്മളെ ജനറ്റിക് ഇൻഡസ്ട്രിയിൽ. അപ്പൊ എന്താ മീൻ പിടിക്കലും മീൻ വളർത്തലും തമ്മിലുള്ള വ്യത്യാസം? മീൻ പിടിക്കാൻ കഴിഞ്ഞാല് നമ്മളെ റിസോഴ്സ് എന്താണ് പ്രകൃതിയിലുള്ള മീനുകളെ പല സോഴ്സുകളിലായിട്ട്, കടലാവട്ടെ, കായലാവട്ടെ, നദിയാവട്ടെ, അരുവിയാവട്ടെ, വാട്ട് എവർ ഇറ്റ് മേ ബി, നമ്മൾ അതിൽ പോയിട്ട് പിടിച്ചു കൊണ്ടുവരുന്നതും അത് മീൻ പിടിക്കല്. മീൻ വളർത്തുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാം കെട്ടിയിട്ട് നമ്മൾ സ്വയം അതിനെ വളർത്തുന്നതാണ്. അപ്പൊ അങ്ങനെ മീൻ വളർത്തലാണെങ്കിൽ അത് ജനറ്റിക് ഇൻഡസ്ട്രി ആണ്, മീൻ പിടിക്കലാണെങ്കിൽ അത് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇനി അടുത്തത് നമുക്ക് ഏതാ വരുന്നത്? അടുത്തത് നമ്മൾ പ്രൈമറി സെക്ടറിൽ നമ്മൾ എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും പറഞ്ഞു. സെക്കൻഡറി മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ സെക്കൻഡറി മേഖലയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് കൺസിസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ആണ്. എന്തൊക്കെയാ വരുന്നത്? കൺസ്ട്രക്ഷനും മാനുഫാക്ചറിങ്ങും കൂടിയതാണ് എന്ത് പറയുന്നത്? നമ്മുടെ സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ എന്താടാ? എന്താ മാനുഫാക്ചറിങ്? വാട്ട് യു മീൻ ബൈ മാനുഫാക്ചറിങ്? നമ്മൾ നിർമ്മിക്കുക എന്ന് പറയുമ്പോ അവിടെ എന്താ നമ്മൾ ചെയ്യുന്നത്? കുറച്ച് സാധനങ്ങൾ എടുത്തുകൊണ്ട് ഏറെ ഏതോ രൂപത്തിലേക്ക് മാറ്റിയല്ലേ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും കൺസ്ട്രക്ഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. എന്താണ് കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്? സെക്കൻഡറി ഇൻഡസ്ട്രി പറയുമ്പോൾ എന്താ ചെയ്തേ? സെക്കൻഡറി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. സെക്കൻഡറി അതാണ് നമുക്ക് അതിന്റെ ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയണമെന്ന് അറിയോ? ഇറ്റ് ഇൻക്ലൂഡ് conversion of raw material into finished products and the establishment of some buildings and dams or bridges, such kind of construction എന്ന് പറയണം. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിയതാണ് സെക്കൻഡറി ഇൻഡസ്ട്രി. ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽ എടുത്ത് ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കുക, അതല്ലെങ്കിൽ നമ്മൾ ബിൽഡിങ്ങോ ഡാമോ കിട്ടുന്നത് പോലെ പല കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ രണ്ടും ലെങ്തി ആയിട്ട് ഡെഫിനിഷൻ എഴുതി അടങ്ങാറാവുണ്ടാക്കി കരുതിയിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, സെക്കൻഡറി ഇൻഡസ്ട്രി കൺസിസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വിശദീകരിച്ച് കൊടുക്കുക എന്താണ് മാനുഫാക്ചറിങ്, എന്താണ് കൺസ്ട്രക്ഷൻ എന്നുള്ളത് നമുക്ക് വിശദീകരിച്ച് കൊടുക്കാം. അപ്പൊ അങ്ങനെ ആൻസർ ചെയ്യായിരിക്കും ഏറ്റവും
കുറച്ചും കൂടെ എന്ത് ചെയ്യാ ഈസി ആയിട്ട് ഫീൽ ചെയ്യാം കേട്ടോ. സെക്കൻഡറി ഇൻഡസ്ട്രി ഇൻക്ലൂഡ് മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് എഴുതിയാൽ മതിയോ? മതി എക്സാക്ട്ലി അത് മതി കേട്ടോ. എന്നിട്ട് നമ്മൾ മാനുഫാക്ചറിങ് എന്താ എന്നുള്ളത് ചോദിച്ചോളൂ. ഇതിന്റെ നോട്ട് തരുമോ മലയാളത്തില്? നോട്ട് മലയാളത്തിൽ വേണമെന്നുണ്ടോ? ഓക്കെ, നോ ഇഷ്യൂ ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്, ഞാൻ സെറ്റ് ആക്കി തരുന്നുണ്ട് കേട്ടോ. എന്റെ കയ്യിൽ ഒരുപാട് ഇംഗ്ലീഷിന്റെയും മലയാളത്തിന്റെയും എന്തുണ്ട് PDF അവൈലബിൾ ആയിട്ടുണ്ട്. ഞാനത് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. മാക്സിമം ഷോർട്ടും സിമ്പിൾ ആയിട്ടുള്ള കിട്ടിയാൽ മതി. അതല്ല ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഞാൻ ഷോർട്ട് ആക്കിയിട്ടുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ ഇതിങ്ങനെ പോകാനും തന്നെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നിങ്ങൾ നമുക്ക് ആകെ ഒരു 2 മണിക്കൂർ നമുക്ക് സമയം കിട്ടുള്ളൂ. അതിൽ നമ്മൾ ഒരു ദിവസം 2 യൂണിറ്റ് വെച്ച് ഡീൽ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് നോട്ട് ചെയ്തതിൽ ഒരു ഭംഗി നഷ്ടപ്പെടും. നിങ്ങൾ ശ്രദ്ധ എവിടേക്ക് പോകുന്ന അറിയോ? നോട്ട് എഴുതുന്നിടത്തേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്തോളൂ. ഇപ്പൊ നന്നായിട്ട് ക്ലാസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എന്തെങ്കിലും ലെക്ചർ നോട്ടുകൾ കുറിച്ച് വെക്കാന്നുണ്ടെങ്കിൽ അത് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് PDF തരണ്ടേ, ഞാൻ നിങ്ങൾക്ക് എന്റെ മൊബൈൽ നമ്പറും തരണ്ടേ. നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ട് എഴുതുന്ന സമയത്ത് ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യം നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോ നമ്മൾ ഇനി സെക്കൻഡറി ഇൻഡസ്ട്രിയിലേക്ക് പോകണം, മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. അപ്പൊ എന്താണ് മാനുഫാക്ചറിങ്? മാനുഫാക്ചറിങ് ഇസ് എ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് പ്രോഡക്ട്സ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോ നമുക്ക് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ വരുന്നത് മാനുഫാക്ചറിങ്ങിന്റെ ചാർട്ടായിട്ട് എക്സാമിന് ചോദിക്കോ ഇതൊക്കെ കൂടിയുള്ള ടേബിൾ? ചോദിച്ചുകൂടായിക്കില്ല. essay ക്വസ്റ്റ്യന് നമുക്ക് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം, വാട്ട് ആർ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് ആക്ടിവിറ്റി എന്ന് ചോദിക്കാം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 2 ചോദ്യത്തിനാണ് ഇവിടുത്തെ സാധ്യത ഉള്ളത്. വാട്ട് ആർ ദ എക്സ്പ്ലെയിൻ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രി എന്ന് ചോദിക്കാം. അപ്പൊ നമുക്ക് ഏത് പാർട്ട് ഡീൽ ചെയ്യേണ്ടി വരും? അപ്പൊ നമുക്ക് ഈ ഒരു പാർട്ട് ഇൻഡസ്ട്രീന്റെ ഭാഗം മാത്രം ഡീൽ ചെയ്യേണ്ടി വരും. ഇൻഡസ്ട്രീന്റെ മാത്രം ഡീൽ ചെയ്യേണ്ടി വരും. ചിലപ്പോ നമ്മളോട് ചോദിക്കാം വാട്ട് ഈസ് കൊമേഴ്സ് അത്രേ ചോദിക്കുള്ളൂ. അതല്ലെങ്കിൽ വാട്ട് യു മീൻ ബൈ ട്രേഡ് ഓർ ഓക്സിലറി ടു ട്രേഡ്. അപ്പൊ നമുക്ക് ഇത്രയും പാർട്ടുകളും ഡീൽ ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഒരു ചാർട്ട് കൺഫ്യൂസ്ഡ് ഇരുന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് പിന്നെ എന്താ ചെയ്യാ ഈസി ആയിട്ട് കിട്ടും. കാരണം ബിസിനസ് എന്ന് പറഞ്ഞാൽ 2ആയിട്ട് തരം തിരിച്ചു, ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ ടൈപ്പ് ഇൻഡസ്ട്രി ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. പിന്നെ അതിന്റെ താഴെ വരുന്നത് മാത്രമല്ലേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഈ പ്രൈമറി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എക്സ്ട്രാക്ഷനോ അല്ലെങ്കിൽ നമ്മൾ വളർത്തലോ. അപ്പൊ എക്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, വളർത്തല് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ജനറ്റിക് ഇൻഡസ്ട്രി. അപ്പൊ ഒന്ന് 2-3 തവണ ഒന്ന് എഴുതി പഠിക്കേണ്ടി വരും എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഈ മാനുഫാക്ചറിങ്ങിന് 4 ടൈപ്പ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രികളായിട്ട് എന്ത് ചെയ്യണ്ടേ പറയുന്നുണ്ട്. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണേ. 4 ടൈപ്പ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞാൽ കൺവേർഷൻ ഓഫ് റോ മെറ്റീരിയൽ ഇൻടു ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഈ മാനുഫാക്ചറിങ്ങിന് അതിന്റെ ബേസിൽ ഇൻഡസ്ട്രീനെ 4ആയിട്ട് തരം തിരിക്കുന്നുണ്ട്. ഈ 4ഉം നിങ്ങൾക്ക് സുപരിചിതമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഒരു ബിസിനസ്മാൻ എന്നുള്ളതായിരിക്കും നിങ്ങൾ ആ ബിസിനസ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും ഇങ്ങനെ ആലോചിച്ചിരുന്നാൽ മതി. അത് എന്താന്നുള്ളത് നമുക്ക് ഡീൽ ചെയ്യാം. ആദ്യം പറയുന്നത് ഏതാടാ? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി അല്ലേ? ഏതാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി? എന്താ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല്? അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്താ അവിടെ ചെയ്യുന്നത്? ഒരു സാധനത്തെ വ്യത്യസ്ത സാധനങ്ങളാക്കി മാറ്റുക. എക്സാക്ട്ലി. എന്താ ചെയ്യുന്നത് വെച്ചാല് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി സെപ്പറേറ്റ് ഡിഫറെന്റ് എലമെന്റ്സ് ഫ്രം എ സെയിം മെറ്റീരിയൽ. ഒരു സെയിം മെറ്റീരിയലിന് ഒരു മെറ്റീരിയൽ കുഴിച്ചെടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുക ചെയ്തിട്ട് ആ മെറ്റീരിയലിന് ഡിഫറെന്റ് ആയിട്ടുള്ള എന്തിനെ വേർതിരിക്കണേ എലമെന്റ്സുകളാക്കിയിട്ട് വേർതിരിക്കുകയാണെങ്കിൽ അങ്ങനത്തെ ഇൻഡസ്ട്രീനെ പറയുന്നതാണടാ അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ മണ്ണിന്ന് കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ, ശ്രദ്ധിക്കണേ, ക്രൂഡ് ഓയിൽ. ഈ മണ്ണിന്ന് കുഴിച്ചെടുക്കുന്ന ഈ ക്രൂഡ് ഓയിലില് എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? അതിൽ പെട്രോൾ ഉള്ളത്, അതിൽ ഡീസൽ,
അതുപോലെ നമ്മൾ അതുമായി ബന്ധപ്പെട്ട കുഴിച്ചെടുക്കുന്ന പ്രോസസ്സിലല്ലേ നമുക്ക് ഗ്യാസുകൾ വരുന്നത്. ഇത് ഈ പെട്രോളും ഡീസലും അല്ലാതെ ഇനിയും എത്രയോ എന്താണ് ഇന്ധനങ്ങൾ അതിൽ ഉൾപ്പെടുന്നുണ്ട്. നമുക്ക് അറിയാനിട്ടാണ്. നമുക്ക് ഈ പെട്രോളും ഡീസലും മാത്രമേ എന്തുള്ളൂ ആകെ അറിയുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താണ് എങ്ങനാ കെറോസിനോ? കെറോസിൻ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, അതിൽ നിന്നാണോ അല്ലേ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അതിനെ കുറിച്ച് പ്രതിപാദിക്കാത്തത് കേട്ടോ. എനിക്കൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. കെറോസിൻ അതിൽ അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും എനിക്കൊരു കൺഫ്യൂഷൻ ക്ലിയർ ചെയ്യാനുണ്ട് കേട്ടോ. ഞാൻ ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരുന്നുണ്ട്. കെറോസിൻ ഉദ്ദേശിച്ചത് മണ്ണെണ്ണ കേട്ടോ. മണ്ണെണ്ണ അത് അതിനാണോ, എങ്ങനെയാണ് അതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്, അതിന് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാണോ എന്താണെന്നുള്ളത് ഞാൻ ഒന്ന് നോക്കിയിട്ട് അതിന്റെ പ്രവർത്തനം നോക്കിയിട്ട് ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ നേച്ചുറൽ ഗ്യാസ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള നേച്ചുറൽ ഗ്യാസ് അല്ല, ക്രൂഡ് ഓയിലിന് ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, വേർതിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സെയിം മെറ്റീരിയലിനെ ഡിഫറെന്റ് ആയിട്ടുള്ള എലമെന്റ്സുകളെ വേർതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. നമ്മൾ മണ്ണിന്ന് ഒരുപാട് ധാതുക്കൾ കുഴിച്ചെടുക്കും. ആ ധാതുക്കളിൽ ഗോൾഡിന്റെ അയിരുണ്ടാവാം, ഇരുമ്പിന്റെ അയിരുണ്ടാവാം, മാംഗനീസ്, നിങ്ങൾ ഒരുപാട് അലൂമിനിയം, അങ്ങനെ ഒരുപാട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ധാതുക്കളുടെ അയിരുകൾ ഉണ്ടാവും. ഈ അയിരുകളെ നമ്മൾ വേർതിരിക്കുന്നില്ലേ? അപ്പൊ നമ്മൾ ഒരു കൂട്ടം അയിരുകളിൽ പല ഡിഫറെന്റ് അയിരുകളായിട്ട് തരം തിരിച്ചിട്ടല്ലേ നമ്മൾ അലൂമിനിയം, സ്റ്റീലും അതുപോലെ ഇരുമ്പും ചെമ്പും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഇൻഡസ്ട്രികളെയാണ് എന്ത് പറയുന്നത്, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സെപ്പറേറ്റ് നമുക്ക് ഇങ്ങനെ പറയാം, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി ആർ ദോസ് ഇൻഡസ്ട്രീസ് വിച്ച് സെപ്പറേറ്റ് ഡിഫറെന്റ് എലമെന്റ്സ് ഫ്രം എ സെയിം മെറ്റീരിയൽ എന്നുള്ളത് പറയാം. അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റീരിയലിനെ പല എലമെന്റ്സുകളായിട്ട്, പല പാർട്ടുകളായിട്ട് തിരിച്ചുകൊണ്ട്, ഒരു സെയിം മെറ്റീരിയലിനെ തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, പ്രൊഡക്ഷൻ നടത്തി പോകുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ഒരു സെയിം മെറ്റീരിയലിനെ സെപ്പറേറ്റ് എലമെന്റ്സ് ആക്കി തിരിക്കാം. സെപ്പറേറ്റിംഗ് ഡിഫറെന്റ് എലമെന്റ്സ്, സെപ്പറേറ്റിംഗ് ആസ് ഡിഫറെന്റ് എലമെന്റ്സ് ഓഫ് എ സെയിം മെറ്റീരിയൽ. ഒരു സെയിം മെറ്റീരിയൽ എന്ത് ചെയ്യാണ്, സെപ്പറേറ്റ് എലമെന്റ്സ് ആക്കി തിരിക്കുകയാണ്. അതാണ് അനലിറ്റിക്കൽ ഇൻഡസ്ട്രി. ഇനി എന്താണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താണ് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി? എന്താണ്? നേരെ തിരിച്ച് ഡിഫറെന്റ് എലമെന്റ്സിനെ എടുത്ത് ഒന്നാക്കുക. നേരത്തെ എന്തായിരുന്നു, അനലിറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു എലമെന്റിന് ഡിഫറെന്റ് കോമ്പോണൻസ് ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന അതിന് നേരെ ഓപ്പോസിറ്റ്. കുറെ കോമ്പോണൻസുകൾ എടുത്തിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഒരൊറ്റ പ്രൊഡക്റ്റ് ആക്കി മാറ്റുക. നമ്മളെ മുന്നിലേക്ക് വരുന്ന സിമെന്റ്, 9ാം ക്ലാസ്സിലെ കെമിസ്ട്രി അധ്യായങ്ങളിൽ നമ്മൾ സിമെന്റിന്റെ മാനുഫാക്ചറിങ് ശരിക്ക് പഠിച്ചതാണ് അല്ലേ? അപ്പൊ അതിൽ ഒരുപാട് എലമെന്റ്സുകളെ കൂട്ടിയെടുത്തിട്ട് ഒരൊറ്റ എലമെന്റ് ആക്കി മാറ്റുകയാണ്, അതിന്റെ പേര് സിമെന്റ് എന്ന് പറയും. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, കുറെ കോമ്പോണൻസുകൾ എടുത്തുകൊണ്ട് ഒരൊറ്റ എലമെന്റ് ആക്കി മാറ്റുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, നമുക്ക് സിന്തറ്റിക്കൽ ഇൻഡസ്ട്രി എന്ന് പറയാം. ഇനി എന്താണ് പ്രോസസിങ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല്? അവസാനത്തെ ഒരു ഉൽപ്പന്നം കിട്ടാൻ അവരിങ്ങനെ സക്സസീവ് ആയിട്ട് തുടർന്നുകൊണ്ടേ ഒരു പ്രോസസ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരെന്തെയ്യുന്നില്ല, വേറെ കോമ്പോണൻസ് ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അവർ വേറെ പ്രൊസീജിയറിലേക്ക് പോകുന്നുണ്ടോ? ഇല്ല. ഒരു കരിമ്പ്, ഷുഗർ കെയിന്, അതായത് കരിമ്പ് അല്ലെ, കരിമ്പാണ് വെച്ച് കൊടുത്ത് ആ കരിമ്പ് പ്രോസസ്സ് ചെയ്ത പഞ്ചസാരയായിട്ട് നമ്മളെ മുന്നിലേക്ക് കിട്ടും. ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണ് പ്രോസസിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. എന്നാൽ അസംബ്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാലോ, അതെ, ഡിഫറെന്റ് കോമ്പോണൻസ് വിവിധ ഭാഗങ്ങളെ ചേർത്തുകൊണ്ട് എന്ത് ചെയ്യാണ്, അവരൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കും. അവര് പല ഭാഗങ്ങളിൽ പോയിട്ട് ഡിഫറെന്റ് കോമ്പോണൻസുകൾ ഒരുമിച്ച് കൂട്ടും. ദേ വിൽ അസംബിൾ എന്നാ യൂസ് ചെയ്യുന്നത്. അസംബ്ലിംഗ്, അതായത് ഒരു പലയിടത്തും പോയിട്ട്, ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനി, നിങ്ങൾ ഏതെങ്കിലും ഒരു മഹീന്ദ്രന്റെ കാർ എന്ന് പറയാം. ഈ മഹീന്ദ്രന്റെ കാറിന്റെ ടയർ മഹീന്ദ്ര ഉണ്ടാക്കണമെന്നുണ്ടോ? എഞ്ചിൻ മഹീന്ദ്ര ആയിക്കാരം, പക്ഷെ അതിന്റെ ഡോറ്, അതിന്റെ ബോഡി, അതിന്റെ സ്ക്രൂകള്, അതിന്റെ നെറ്റ്സ്, അങ്ങനെ അതിന് വരുന്ന എല്ലാ മെറ്റീരിയലും മഹീന്ദ്രയാണ് ഉണ്ടാക്കുന്നത്. ഒരിക്കലും അല്ല. മഹീന്ദ്രന്റെ കാറ് അല്ലെങ്കിൽ ഇന്നൊരു കമ്പനിന്റെ കാർ എന്ന് പറയുമ്പോൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള അതിന്റെ ഓപ്പറേഷണൽ ഫോർമുലയും അതിന്റെ എഞ്ചിനുമാണ് ഈ കമ്പനി എന്ന് പറയുന്നത്.
അത് എപ്പോഴും മനസ്സിലാക്കണം. അതിന്റെ എല്ലാ പാർട്ടും ആ കമ്പനീനെ ആവണമെന്നൊന്നുമില്ല. അതിന് 2 കാര്യങ്ങൾ ആ കമ്പനീന്റെ കാര്യം. ഒന്ന് മിക്കവാറും അതിന്റെ എഞ്ചിന്, 2 അതിന്റെ ഓപ്പറേഷണൽ ഫോർമുല. ആ ഓപ്പറേഷണൽ ഫോർമുല ഈ എഞ്ചിനും കൂട്ടിച്ചേർത്ത് ആ വണ്ടിയായി. ബാക്കി ബോഡി പാർട്സും ടയറും അതിന്റെ ആക്സസറീസും നെട്ടും ബോൾട്ടും അതൊക്കെ വേറെ വേറെ കമ്പനീന്റെ അവർ അസംബിൾ ചെയ്യാണ്. അപ്പോ 4 ഇൻഡസ്ട്രി നമ്മൾ പറഞ്ഞത്. അനലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കോമ്പോണന്റിനെ പിടിച്ചിട്ട് എന്ത് ചെയ്യാണ്, 2 ആക്കി മാറ്റുകയാണ്, അല്ലെങ്കിൽ ഡിഫറെന്റ് ആക്കി മാറ്റുകയാണ്. സിന്തറ്റിക്കൽ കുറെ കോമ്പോണൻസ് എടുത്തിട്ട് സെയിം പ്രൊഡക്റ്റ് ആക്കി ഒരൊറ്റ പ്രൊഡക്റ്റ് ആക്കി മാറ്റുകയാണ്. പ്രോസസിങ്, ദേ ആർ പ്രോസസിങ് ഇത് സെയിം പ്രൊസീജിയർ, സക്സസീവ് പ്രൊസീജിയേഴ്സ് അല്ലെ. ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സംഭവം തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, എന്തിനെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടാൻ. അസംബ്ലിംഗ് ഇൻഡസ്ട്രി, they are assembling different components from different geographical area or different price, then they are converting the whole components into a finished products. അതിനെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എന്ത് ചെയ്യുക, ഒരൊറ്റ ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആക്കി മാറ്റുക. അതാണ് നമുക്ക് ഇൻഡസ്ട്രിയിൽ പറയാനുള്ളത്. ദെൻ കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡറി മേഖലയെ 2ആയിട്ട് തരംതിരിച്ചു, മാനുഫാക്ചറിങ് ആൻഡ് കൺസ്ട്രക്ഷൻ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൺസ്ട്രക്ഷൻ ഓർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് അല്ലെ, നമുക്ക് കൺസ്ട്രക്ഷൻ എന്നുള്ള വേർഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഡാം, അല്ലെങ്കിൽ ബ്രിഡ്ജ്, അല്ലെങ്കിൽ ഹൗസ്, വില്ലാസ്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ കൂട്ടിച്ചേർക്കാൻ പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ നമ്മള് 3 ഇൻഡസ്ട്രീനെ 3 ക്ലാസിഫിക്കേഷൻ കൊടുത്തു. അതിൽ നമ്മൾ ആദ്യം പ്രൈമറി പറഞ്ഞു. പ്രൈമറി നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? എക്സ്ട്രാക്റ്റീവും ജനറ്റിക്കും. സെക്കൻഡറിയിൽ നമ്മൾ എന്താ പറഞ്ഞത്? പ്രൈമറിയിൽ നിന്ന് കിട്ടുന്ന റിസോഴ്സസ് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അതിൽ നമ്മൾ പറഞ്ഞ 2 ആയിരുന്നു, കൺസ്ട്രക്ഷനും പിന്നെ അതായിരുന്നു മാനുഫാക്ചറിങ്ങും. ആ മാനുഫാക്ചറിങ്ങിലാണ് നമ്മൾ അനലിറ്റിക്കല്, സിന്തറ്റിക്കല്, പ്രോസസിങ്, അതുപോലെ അസംബ്ലിങ് 4 ഇൻഡസ്ട്രീനെ കുറിച്ച് പറഞ്ഞത്. കൺസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡാമുകളും മറ്റു കാര്യങ്ങളും കൺസ്ട്രക്ട് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞു. ടെർഷറി മേഖല നമ്മൾ ഓൾറെഡി ഡീൽ ചെയ്ത് കഴിഞ്ഞതാണ്. എന്താണ്? ഇറ്റ് ടോക്സ് അബൌട്ട് ദി സർവീസസ് അല്ലെ. സർവീസസുകളെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്? പ്രൈമറി മേഖലക്കും സെക്കൻഡറി മേഖലക്കും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഒരു വേർഡും കൂടെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. സപ്പോർട്ടീവ് ആയിട്ടുള്ള സേവനങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ആരുടെ ലക്ഷ്യം? ടെർഷറി മേഖലയ്ക്ക്. കാരണം മൈനിങ് എന്ന് പറയുന്ന കമ്പനിക്ക് സ്വന്തമായിട്ട് വീട്ടിൽ നിന്ന് പൈസ എടുത്ത് വരാൻ പറ്റൂല. കാരണം ലക്ഷക്കണക്കിന് കോടികളാണ് എന്ത് ചെയ്യുക, ഒരു മൈനിങ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക. അതിന് നിർബന്ധമായിട്ടും ബാങ്കോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ സപ്പോർട്ട് വേണം. അവിടുത്തെ ഖനികളിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഇൻഷുറൻസ് വേണം. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി അവരുടെ കുടുംബം അനാഥാകും അല്ലെ. അപ്പൊ അവർക്ക് ഇൻഷുറൻസ് വേണം. അതല്ലെങ്കിൽ ബിസിനസ്സിന് നഷ്ടം വരാൻ സാധ്യതയുണ്ട്, അവിടെ ഇൻഷുറൻസ് വേണം. അതുപോലെ എന്താണ്, മറ്റുള്ള പല സർവീസുകളും, ഹോസ്പിറ്റൽ ആവട്ടെ, അങ്ങനെ എല്ലാ സർവീസ് മേഖലകളും ഒരുമിച്ച് കൂടുന്നതാണ് എന്ത് പറയുന്നത്? ടെർഷറി സെക്ടർ, അല്ലെങ്കിൽ ടെർഷറി ഇൻഡസ്ട്രി, അല്ലെങ്കിൽ സർവീസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ബിസിനസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ബിസിനസ്സിലെ ഇൻഡസ്ട്രി നമ്മൾ ഫിനിഷ് ചെയ്തു. ആ ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് കൺഫ്യൂഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഇൻഡസ്ട്രിയിൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി. എക്സാമിന് മലയാളത്തിൽ എഴുതിക്കൂടെ? എക്സാമിന് മലയാളത്തിൽ എഴുതാം. പ്രാഥമിക മേഖല, ഈ പ്രാഥമിക വ്യവസായം, അതുപോലെ ദ്വിതീയ വ്യവസായം, അതുപോലെ സേവന വ്യവസായം. പക്ഷെ എക്സ്ട്രാക്റ്റീവ്, മാനുഫാക്ചറിങ് ഒക്കെ മലയാളത്തിൽ തന്നെ എഴുതേണ്ടി വരും സ്വാഭാവികമായിട്ടും. അതല്ലാതെ മലയാളം ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടോ? അതിനും എക്സ്ട്രാക്റ്റീവിനും ജനറ്റിക്കിനും മലയാളം വേർഡുകൾ പറയുന്നുണ്ടോ? ഈ സെയിം വേർഡ് തന്നെ യൂസ് ചെയ്തിട്ടില്ലേ? ജൈവിക അങ്ങനെ എന്തോ ഉണ്ടോ? എന്താണ്? നിങ്ങൾ എക്സ്പ്ലനേഷൻ മലയാളത്തിൽ, നിങ്ങൾ ഈ മലയാളം യൂസ് ചെയ്യുന്നവർക്ക് മലയാളം യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഈ വേർഡുകളും ഹെഡിങ്ങുകളും ഇംഗ്ലീഷ് യൂസ് ചെയ്തെന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും വരൂല. ഭംഗി മലയാളം ആണെങ്കിൽ മലയാളം തന്നെ യൂസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടാണ്ട് മലയാളത്തിൽ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മാർക്ക് പോകുന്നില്ല കേട്ടോ. പ്രകൃതിജന്യ വ്യവസായം. അതെ. അപ്പൊ അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അങ്ങനെ തന്നെ ഫോളോ ചെയ്യാം. നോ
oppose on that matter. അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ ഈ ഏരിയയിൽ ഇനി എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ല. സാറേ അങ്ങനെയാണെങ്കിൽ എടാ നമ്മൾ കൊമേഴ്സിലേക്ക് കടക്കാണ് കേട്ടോ. സാറേ നമ്മള് ഈ കൊമേഴ്സിലേക്ക് കൊമേഴ്സിലുള്ള ട്രേഡ് ഇല്ലേ, ആ അത് ഒരു സർവീസ് അല്ലേ? കൊമേഴ്സിലുള്ള ട്രേഡ് ഒരു സർവീസ് അല്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെയും ഉൾപ്പെടുത്താൻ പറ്റും. പക്ഷേ നമ്മൾ അവിടെ ഒരു ഫിസിക്കൽ മൂവ്മെന്റും കൂടെ വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന ഏരിയക്കാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ശരിയാണ്. എന്താണ്, നമുക്ക് സർവീസ് ആവാം. അപ്പൊ എനിക്ക് ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഫ്ലിപ്കാർട്ടിന്റെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ നോക്കിയാലേ അതിൽ നമുക്കൊരു സർവീസ് പറയാൻ പറ്റും. എന്നാൽ അതേസമയം നമ്മുടെ അപ്പുറത്തുള്ള ഹംസാക്കാന്റെയും പോക്കരാക്ക നമുക്ക് സാധനം ട്രേഡ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് സർവീസ് എന്ന് വിളിക്കാൻ പറ്റൂല. ക്ലിയർ ആവുണ്ടോ? അതിനെ നമ്മൾ ബിസിനസ് എന്നുള്ള ഒരു ആക്ടിവിറ്റിയിൽ തന്നെ ഉൾപ്പെടുത്തും കേട്ടോ. എല്ലാ ബിസിനസ്സുകളും സർവീസ് ആവണമെന്നില്ല, പക്ഷെ അതെന്തായില്ല എക്സാക്ട്ലി സർവീസ് ആയിട്ട് മാറുന്നു കേട്ടോ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാവും. എപ്പോഴും ശ്രദ്ധിക്കുക, ഡിസ്ട്രിബ്യൂഷൻ ചാനല് അത് സർവീസ് തന്നെയാണ് കേട്ടോ. അപ്പോ നമുക്ക് ട്രേഡ് എന്താണ് കൊമേഴ്സ്? നിങ്ങളോട് ഞാൻ ആരെങ്കിലും ചോദിക്കണം വാട്ട് യു മീൻ ബൈ കൊമേഴ്സ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ കൊമേഴ്സാ പഠിക്കുന്നത്, അത് എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായാലും മറുപടി കൊടുക്കുക. എല്ലാരും മറുപടി പറയുന്ന സ്വാഭാവികമായിട്ടും കൊമേഴ്സ് ആണ്. അതിൽ അക്കൗണ്ടിങ്, അതിൽ മറ്റേ ബിസിനസിന്റെ കണക്കേറ്റൊക്കെ അല്ലേ എന്ന് ചോദിക്കും. എന്നിട്ട് ചില കുട്ടികൾ ആ ഉത്തരം കൊടുക്കും, അത് നമ്മൾ ഈ അക്കൗണ്ടിങ്ങും മറ്റേ ഇതൊക്കെ കൂടിയതാണ് എന്നുള്ളത്. എല്ലാരും വിചാരം കൊമേഴ്സ് എന്നാണ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കേറ്റ് മാത്രമാണ് എന്നുള്ളതാണ് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെയല്ല. ആ ഒരു മിഥ്യാധാരണ നമ്മൾ എപ്പോഴും തിരുത്തണം. നമ്മളോട് ആരെങ്കിലും നമ്മോട് കൊമേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും മറുപടി പറയണം. എടാ നമ്മളവിടെ ഒരുപാട് കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ, അതുപോലെ അത് നല്ല സ്മൂത്ത് ആയിട്ട് നടന്നു പോകാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ബാക്കിലുണ്ട്. അതിനെ എല്ലാവരും കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. അല്ലാതെ അക്കൗണ്ടിങ് മാത്രമൊന്നുമല്ല. അക്കൗണ്ടിങ് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം മാത്രമാണ്. അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന എത്രയും ചെറിയ മേഖല മാത്രമാണ്. കൊമേഴ്സ് എന്ന് പറയുമ്പോൾ ഈ മൊത്തം ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വലിയൊരു സിസ്റ്റത്തിന്റെ പേരാണ് എന്ത് കൊമേഴ്സ് എന്ന് പറയുന്നതെന്ന് മറുപടി കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അപ്പൊ നമുക്കറിയാം കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ ഡിഫൈൻ ഇറ്റ് ആസ് ട്രേഡ് ആൻഡ് എയ്ഡ്സ് ടു ട്രേഡ് എന്നുള്ളതാ. വ്യാപാരവും ആ ട്രേഡും അതിനെ സഹായിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതാണ് എന്ത് പറയുന്നത് കൊമേഴ്സ് എന്ന് പറയുന്നത്. എയ്ഡ്സ് ടു ട്രേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഓക്സിലറീസ് ടു ട്രേഡ്. അതിനെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ട്രേഡിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളെ വിളിക്കുന്ന പേരാണ് എയ്ഡ്സ്, എയ്ഡ്സ്, സഹായം എന്നുള്ള ഒരു അർത്ഥമുണ്ട്. അതല്ലെങ്കിൽ എയ്ഡ്സ് ടു ട്രേഡ്, അതല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ട്രേഡിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ്. ഞാൻ അതാ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് സുപരിചിതമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ നോക്കിയാൽ മതി. ഇന്റേണൽ ആയിട്ടും നമുക്ക് ട്രേഡ് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ടും ട്രേഡ് ചെയ്യാം. അപ്പൊ എന്താണ് ഇന്റേണല്, എക്സ്റ്റേണല്? അപ്പൊ ഇത് സംസാരിക്കുന്നത് ഒരു എക്കണോമിനെ കുറിച്ചിട്ടാണ്. അവിടെയാണ് നിങ്ങൾ എക്കണോമിക്സിലെ കൺസെപ്റ്റിലേക്ക് വരേണ്ടത്. ഇന്ത്യൻ എക്കണോമി, അഫ്ഗാനിസ്ഥാൻ എക്കണോമി, പാകിസ്ഥാൻ എക്കണോമി, യൂറോപ്യൻ എക്കണോമി, അമേരിക്കൻ എക്കണോമി എന്നും പറഞ്ഞ് നിങ്ങളെ എക്കണോമിക്സ് പഠിപ്പിച്ച അധ്യാപകൻ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഈ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു എക്കണോമിന്റെ ഉള്ളിൽ വരുന്ന ട്രേഡുകളെയാണ് എന്ത് പറയുന്നത്? ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യന്റെ എക്കണോമി എന്ന് പറയുന്നത് നമ്മളെ ഈ ഒരു ഇന്ത്യന്റെ ഏരിയ എത്രമാത്രം ഉണ്ടോ, ഇന്ത്യയുടെ കരയും ഇന്ത്യയുടെ കരമേഖലയും അതുപോലെ നമുക്കറിയാം സീ ലെവലിലും നമുക്ക് കുറച്ച് ഇന്ത്യന്റെ ഭാഗം എന്ന് പറയാൻ പറ്റുന്ന ഏരിയകളുണ്ട് അല്ലെ? അത് നമ്മൾ ടെറിറ്റോറിയൽ വാട്ടർ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കും. അതായത് നമ്മളെ ഇന്ത്യന്റെ കടലിന്റെ തുടക്കം തൊട്ട് കടലിന്റെ ഒരു 12 നോട്ടിക്കൽ മൈല്, പിന്നെ ചില കേസുകളിൽ 200 നോട്ടിക്കൽ മൈല് വരെയൊക്കെ എന്തുതന്നെയാണ്, ഇന്ത്യന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇന്ത്യന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന ട്രേഡുകളെ നമ്മൾ എന്ത് വിളിച്ചു? ഇന്റേണൽ ട്രേഡ്. ഒരു രാജ്യത്തിന്റെ ഉള്ളിൽ ഇൻസൈഡ് ഇൻ കൺട്രി എന്നുള്ളത് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഇൻസൈഡ് ഇൻ എക്കണോമി എന്നുള്ളത്, എക്കണോമി എന്നുള്ളത് നമുക്ക് പറയാം. ഒരു എക്കണോമിന്റെ ഉള്ളിൽ വരുന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും? ഇന്റേണൽ ട്രേഡ് എന്ന് വിളിക്കും. ഇനി എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറഞ്ഞാലോ? എന്തേക്കാരം എക്സ്റ്റേണൽ ട്രേഡ്?
ട്രേഡ് വിത്ത് ട്രേഡ് Out of- ബിറ്റ്വീൻ ഡിഫറെന്റ് കൺട്രീസ് ഓർ ഡിഫറെന്റ് എക്കണോമീസ് എന്നുള്ളതാ. രണ്ട് എക്കണോമികൾ തമ്മിലോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ രണ്ടിലധികം രാജ്യങ്ങൾ തമ്മിലോ നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സ്റ്റേണൽ ട്രേഡ് എന്ന് പറയുന്നത്. ഈ ഇന്റേണൽ ട്രേഡിൽ നമുക്ക് ഹോൾസെയിലേഴ്സ് ഉണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്. ഇങ്ങളെന്നെ പറയടാ, എന്താ ഹോൾസെയിലർ, എന്താ റീറ്റെയിലർ? ബൾക്കായിട്ട് അതെ, സാധനം സാധനങ്ങൾ ബൾക്ക് ആയിട്ടാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് എന്ന് വെച്ചാൽ, അതായത് പർച്ചേസ് സെല്ലിങ് അവിടെ നടക്കുന്നത് ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ്, ഒരു വലിയ കൂട്ടം ക്വാണ്ടിറ്റിയിലാണ് എന്നുണ്ടെങ്കിൽ, ബൾക്ക് ക്വാണ്ടിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അതെന്തായി, ഹോൾസെയിലായി. റീറ്റെയിൽ എന്ന് പറഞ്ഞാലോ, in a small quantity, sales happens in a small, carried in a small quantity എന്നുള്ളതാ. നമുക്കറിയാം, നമ്മളെ അപ്പുറത്തുള്ള അംസാക്കാന്റെയും പോക്കരാക്കാന്റെയും കുഞ്ഞോപ്പാക്കാന്റെയും ഒക്കെ കടയിൽ എന്താ ഉള്ളത്, അവിടെ ബൾക്കായിട്ടല്ല സെയിൽ നടക്കുന്നത്, അവിടെ ചെറിയ ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ടാണ്, ചെറിയ ക്വാണ്ടിറ്റീസ് ആയിട്ടാണ്. എന്നാൽ അതേസമയം നമുക്കറിയാം, വലിയ ഷോപ്പുകൾ ഇട്ടിട്ട് ആദായ വിൽപ്പന എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ റീറ്റെയിലും നടക്കുന്നുണ്ട്, ഹോൾസെയിലും നടക്കുന്നുണ്ട്. പക്ഷെ ചില കേസുകളിൽ എന്താണ്, ഇപ്പൊ നമുക്കറിയാം, ഈ നമ്മൾ പറഞ്ഞ ഈ അംസാക്കിയും പോക്കരാക്കിയും ഒക്കെ പോയിട്ട് സാധനം വാങ്ങുന്ന കടകള്, അവര് ഹോൾസെയിലാണ് വിൽക്കുന്നത്. അവരുടെ അടുത്ത് പോയിക്കാണ്ട് നിങ്ങൾ വലിയൊരു അരിന്റെ കടയിൽ പോയിക്കാണ്ട് എനിക്കൊരു 5 കിലോ അരി തരുമോ ചോദിച്ചു തരൂല. പകരം അവിടുന്ന് മിനിമം ചാക്കുകൾ വാങ്ങണം. അവിടെ ബൾക്ക് ക്വാണ്ടിറ്റിയിലെ സെയിൽ നടക്കുള്ളൂ. അപ്പൊ ഹോൾസെയിലും ഉണ്ട്, റീറ്റെയിലും ഉണ്ട്. പിന്നെ നമുക്ക് എക്സ്റ്റേണലിൽ വരുമ്പോഴും നിങ്ങൾക്ക് അറിയുന്നതാടാ, നോക്ക്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, എൻട്രിപ്പോർട്ട്. എന്താ ഇമ്പോർട്ട്? സാധനം കണ്ടിന്റെ ഉള്ളിൽ കൊണ്ടുവരും. ഈ സാധനം കണ്ടിന്റെ ഉള്ളിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അല്ലെ, വി ആർ ബ്രിങ്ങിങ് സം ഗുഡ്സ് ഫ്രം എ ഫോറിൻ കറൻസി ടു അവർ കൺട്രി എന്നുള്ളതാ. അപ്പൊ വിദേശത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, വിദേശ രാജ്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം നമ്മുടെ രാജ്യത്തേക്ക് നമ്മൾ ഇറക്കുമതി ചെയ്യാം, നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇമ്പോർട്ട്. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മളെ കറൻസി എങ്ങോട്ടാ പോകുന്നത്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകുകയാണെന്നുള്ളത് ഓർത്തു വെക്കണം. എന്നാൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാലോ, നമ്മളെ നാട്ടിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്ട്സ് എന്ത് ചെയ്യാണ്, നമ്മളത് എന്ത് ചെയ്യാണ്, പുറത്തെ രാജ്യങ്ങളിലേക്ക് നമ്മൾ സെയിൽ ചെയ്യാണ്, അല്ലെ? സെല്ലിങ് ദ ഗുഡ്സ് ഇൻ ടു ഫോറിൻ കറൻസി എന്നുള്ളത്, ഫോറിൻ നാഷൻസ് എന്നുള്ളതാ. അപ്പൊ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ സാധനങ്ങൾ അയക്കുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, എക്സ്പോർട്ട്. എക്സ്പോർട്ട് ചെയ്യുമ്പോ വിദേശ കറൻസികൾ നമുക്ക് കിട്ടുകയാണോ, നമുക്ക് പോവുകയാണോ? കിട്ടുക. ഫോറിൻ കറൻസീസ് നമുക്ക് കിട്ടുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏതൊരു എക്കണോമിയും എക്സ്പോർട്ട് കൂട്ടാനും ഇമ്പോർട്ട് കുറയ്ക്കാനും നോക്കുന്നത് എന്നുള്ളത് നിങ്ങളെ എക്കണോമിക്സിൽ അധ്യാപകൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. എക്സ്പോർട്ട് കൂട്ടാനും, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യ സ്വീകരിച്ച ന്യൂ എക്കണോമിക് പോളിസികളെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എക്കണോമിക്സിൽ, അല്ലേ? ന്യൂ എക്കണോമിക് പോളിസി, NEP. നമ്മുടെ നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്ത്, അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രി ആയിരിക്കെ പിന്നീട് പ്രധാനമന്ത്രിയായ നമ്മളെ മൻമോഹൻ സിംഗ് ജി, അല്ലെ, മൻമോഹൻ സിംഗ് നടപ്പിലാക്കിയ ന്യൂ എക്കണോമിക് പോളിസികളെ കുറിച്ച് നിങ്ങൾ പഠിക്കുമ്പോ അവിടെ നിങ്ങൾ അവസാനം ഒരുപാട് പോളിസീസ് അവർ മാറ്റം വരുത്തി. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം ആയാലും അതുപോലെ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് ആയാലൊക്കെ അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്ന ഒരു മാറ്റമായിരുന്നു ഇമ്പോർട്ട് കുറയ്ക്കുകയും എക്സ്പോർട്ട് കൂട്ടാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് നയങ്ങൾ സ്വീകരിച്ചതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ? അപ്പൊ ഇമ്പോർട്ട് എന്താ, എക്സ്പോർട്ട് എന്താ നമുക്കറിയാം. അടുത്തത് വരുന്നതാണ് എൻട്രി പോർട്ട്. എന്താണ് ഈ എൻട്രി പോർട്ട് എന്ന് പറഞ്ഞാല്? ഒരു രാജ്യത്ത് നിന്ന് കൊണ്ടുവന്നു കണ്ട് മറ്റൊരു രാജ്യത്തിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യാം. ഞാൻ അതിന് നല്ലൊരു എക്സാമ്പിൾ തരാം. നമ്മളെ ഗൾഫിലടാ, നമ്മളെ ഉപ്പാരാവട്ടെ, നമ്മളെ ബ്രോസ് ആവട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള ആരെങ്കിലും റിലേറ്റീവ്സ് ഒക്കെ ആവട്ടെ, ഇവര് ഗൾഫിൽ നിന്ന് വരുമ്പോ വാസ്ലീൻ കൊണ്ടുവരുന്നുണ്ടോ നിങ്ങള്? ഹിന്ദുസ്ഥാൻ യൂണിവർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനി നിങ്ങൾ എപ്പോഴെങ്കിലും നോക്കിക്കണം അത് എവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്? ഇല്ല, അതാണ് നീ കിട്ടുമ്പോ നോക്കൂ. ഹിന്ദുസ്ഥാൻ യൂണിവർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ വെച്ചിട്ടുണ്ടാക്കിയ വാസ്ലീനാണത്. ആ വാസ്ലീൻ നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും വാങ്ങാൻ കിട്ടാറുണ്ടോ? പൊതുവേ കുറവാണ്. അതേ ബ്രാൻഡിൽ അതേ സാധനം വാങ്ങാൻ കിട്ടല് വളരെ കുറവാണ്. അപ്പോ ഇവരെന്താ ചെയ്യുന്നറിയാം, ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തു, അവര് നേരെ സൗദിയിലേക്കോ അല്ലെങ്കിൽ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് UAE കയറ്റുമതി ചെയ്തു.
കയറ്റുമതി ചെയ്ത് പിന്നെ അവർ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നുള്ള വിഷയമാണ്. ഇന്ത്യയിലേക്ക് എന്നല്ല മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്കും അതെന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണേ, നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരു രാജ്യത്തിൽ എന്ത് ചെയ്യാണ്, ഒരു രാജ്യം കുറച്ച് പ്രൊഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യാണ്. എന്തിനും വേണ്ടിയിട്ട്? മറ്റ് രാജ്യങ്ങളിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യാൻ. അപ്പൊ നിങ്ങൾ നോക്കുക, സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം സൗദി അറേബ്യ ആദ്യം ഇന്ത്യയിൽ നിന്ന് ആ വാസന ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ നൈജീരിയക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തണുപ്പോ മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ എന്ത് ചെയ്യാണ്, പിന്നെ അത് എക്സ്പോർട്ട് ചെയ്യാണ്. അപ്പൊ അത് മനസ്സിലാക്കേണ്ടത്, ഒരു രാജ്യം ഇമ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്ട്സ് എന്തിനും വേണ്ടിയിട്ടാണ്? വിത്ത് ഇമ്പോർട്ടിങ് സം പ്രൊഡക്ട്സ് വിത്ത് എയിം ഓഫ് എക്സ്പോർട്ടിങ്. നമ്മൾ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? അത് ഇവിടെ യൂസ് ചെയ്യാനല്ല, അത് എക്സ്പോർട്ട് ചെയ്യാനാണ്. അപ്പൊ ഇമ്പോർട്ടിങ് എ പ്രൊഡക്റ്റ് വിത്ത് ദ എയിം ഓഫ് എക്സ്പോർട്ടിങ്, നമ്മളൊരു കയറ്റുമതി ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടെ ഏതെങ്കിലും പ്രൊഡക്റ്റ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എൻട്രി പോർട്ട് എന്നുള്ളത്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്തത് കൊമേഴ്സ് എന്ന് പറഞ്ഞ ട്രേഡ് മാത്രമല്ല, എയ്ഡ്സ് ടു ട്രേഡ് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ വാട്ട് ഈസ് എയ്ഡ്സ് ടു ട്രേഡ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് എന്നുള്ളതാണ്. നമുക്കറിയാം ഒരു ബിസിനസ് നല്ല രീതിയിൽ നടന്നു പോകണമെങ്കിൽ അവിടെ വാങ്ങലും കൊടുക്കലും മാത്രം നടന്നാൽ പോരാ. ആ ബിസിനസ്സിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരാനുണ്ട്. ആ ബുദ്ധിമുട്ടുകളെ നമ്മൾ ടെക്നിക്കലി വിളിക്കുന്ന പേരാണ് ഹിൻഡ്രൻസ് ഓഫ് ബിസിനസ് അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ഓഫ് കൊമേഴ്സ്. ഹിൻഡ്രൻസ്, ആ വേർഡ് കേട്ടക്കണോ നിങ്ങള്? ഹിൻഡ്രൻസ് വേർഡ് കേട്ടക്കണോ? എവിടെയോ കേട്ടക്കണോ? ഓക്കെ. ഹിൻഡ്രൻസ് ഓഫ് കൊമേഴ്സ് അല്ലെങ്കിൽ ഹിൻഡ്രൻസ് ഓഫ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. എന്താണ് ഈ ഹിൻഡ്രൻസ്? ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതെ, തടസ്സങ്ങള്, ബുദ്ധിമുട്ടുകള്, ബോട്ടിൽ നെക്കുകള്, അല്ലെങ്കിൽ ചോദ്യചിഹ്നം മുന്നിൽ നിൽക്കുന്ന അവസ്ഥ. അപ്പൊ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാങ്ങലും കൊടുക്കലും മാത്രമായ ബിസിനസ് നടക്കുന്നില്ല. ആ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ അത് മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അതിനെ പല കാര്യങ്ങളിലും സ്മൂത്ത് ആയിട്ട് പിടിച്ചു നിർത്തിക്കൊണ്ടു പോകുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. Elements we are called them as aids to trade. നമ്മളെ ബിസിനസ് സഹായിക്കുന്ന ഘടകങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ്. ആ ഓക്സിലറീസ് ടു ട്രേഡ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്തത് നോക്കുന്നത് കേട്ടോ. എയ്ഡ്സ് ടു ട്രേഡ്, എയ്ഡ്സ് ടു ട്രേഡിൽ കാണാൻ കഴിയും ആക്ടിവിറ്റീസ് വിച്ച് അസിസ്റ്റ് ഓർ സപ്പോർട്ട് ട്രേഡ് ആർ നോൺ ആസ് എയ്ഡ്സ് ടു ട്രേഡ്. അങ്ങോട്ട് നേരത്തെ പറഞ്ഞില്ലേ, നമ്മളെ ഈ ബിസിനസിനെ ട്രേഡുകളെ സഹായിക്കുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന ഈ സപ്പോർട്ടിങ് അല്ലെങ്കിൽ അസിസ്റ്റിംഗ് എലമെന്റ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എയ്ഡ്സ് ഓർ ഓക്സിലറീസ് ടു ട്രേഡ് പറയുന്നത്. അങ്ങനെ എന്തൊക്കെ ഹിൻഡ്രൻസുകളാണ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, എയ്ഡ്സ് ടു ട്രേഡ് ആർ ദോസ് എലമെന്റ്സ് വിച്ച് ഹെൽപ്സ് ഇൻ റിമൂവൽ ഓഫ് ഹിൻഡ്രൻസ് ഓഫ് ബിസിനസ് എന്നുള്ളതാ. ബിസിനസിന്റെ തടസ്സങ്ങളെ ഒഴിവാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എന്ത് പറയാം, എയ്ഡ്സ് ടു ട്രേഡ് എന്ന് പറയാം. അത് ഏതൊക്കെ വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ. ഇത് ലെക്ചർ നോട്ടായിട്ട് എഴുതി വെക്കണം കേട്ടോ, കാരണം ഓരോ എലമെന്റും എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെക്കണം. ഒന്ന് ട്രാൻസ്പോർട്ടേഷൻ, രണ്ട് കമ്മ്യൂണിക്കേഷൻ. അവിടെ നിങ്ങൾക്ക് അറിയാം കമ്മ്യൂണിക്കേഷനും അഡ്വർടൈസിങ്ങും നിങ്ങൾ ഒരുമിച്ച് എഴുതിക്കൂടി. കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസ്മെന്റ് എന്നുള്ള ഇവർ എന്തുകൊണ്ട് അത് രണ്ടാക്കി കൊടുത്തു എന്നുള്ള എനിക്ക് അറിയൂല. കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസ്മെന്റ് എന്നുള്ള ഒരുമിച്ച് പറഞ്ഞാൽ മതി. അടുത്തത് വരുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ് ആണ്, ബാങ്കിങ്. പിന്നെ വരുന്നത് ഇൻഷുറൻസ്, പിന്നെ വരുന്നത് വെയർ ഹൗസിങ്. അപ്പൊ നമ്മൾ ഇതിൽ ഓരോ എയ്ഡ്സ് ടു ട്രേഡിങ് നമ്മൾ എന്ത് ചെയ്യാണ്, ഡീൽ ചെയ്യാന് പോവാണ്. എടാ എന്താടാ ട്രാൻസ്പോർട്ടേഷന്? ഗതാഗതം. എന്താ ഗതാഗതം എന്ന് പറഞ്ഞാല്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് എത്തിക്കുക. സംസ്കൃത വസ്തുക്കളെ. എത്രയാണ് അറിയോ? എത്ര ആൾക്കാരെ പൊതുവെ ഉണ്ടാവലെന്ന്? ഇത്രയൊക്കെ ഉണ്ടാവാറുള്ളൂ. ഇത്രയൊക്കെ തന്നെ ഉണ്ടാവാറുള്ളൂ അല്ലെ? ഒരു സെക്കൻഡ്, ഞാൻ ആരൊക്കെയോ മെസ്സേജ് അയച്ചു. ആ മെസ്സേജ് ഒന്ന് നോക്കിക്കാട്ടെ. നിങ്ങളെ ക്ലാസ്സിൽ വന്ന മെസ്സേജാണ്. 25 തന്നെ ഉള്ളു. അതെ, ഓക്കെ. ഇത്രയൊക്കെ തന്നെ നിങ്ങൾ ഉണ്ടാവാറുള്ളൂ സ്റ്റുഡൻസ്? 19 ഒക്കെ ഉണ്ടാവും ചിലപ്പോ. 19 ഒക്കെ ഉണ്ടാവും. പിന്നെ എന്താണ് അവസ്ഥ? നമുക്ക് കണ്ടിന്യൂ ചെയ്യില്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ കഴിയുന്നില്ലേ?
അത് റെക്കോർഡ് ഉണ്ട്, കേൾക്കാത്തോല് പിന്നെ കേൾക്കണം, ചിലർക്ക് പരീക്ഷ ഒക്കെ ഉണ്ടാവും, അങ്ങനെ ഉണ്ട്. അതെ അതെ, അതിനോട് മുസ്ലിം സാർ പറഞ്ഞിരുന്നു റെക്കോർഡിങ്ങിലാണ് എന്നുള്ളത്. പിന്നെ കുറച്ച് ആൾക്കാർ മാത്രമേ പാർട്ടിസിപ്പേഷൻ കാണുന്നുള്ളൂ, പല ആളുകളെ സൗണ്ടും കേൾക്കുന്നില്ല കേട്ടോ, അപ്പൊ ഒന്ന് ശ്രദ്ധിക്ക്. അതങ്ങനെ തന്നെയാണ്, കുറച്ചാളുണ്ടാവും സൗണ്ടിൽ പറയുള്ളൂ. ഓക്കെ, ബാക്കിയൊക്കെ കമന്റ് ബോക്സിൽ. അതെ. സ്ക്രീന് കാണുന്നില്ലടാ, അപ്പൊ ഓക്കെ അല്ലേ? സ്ക്രീന് കാണുന്നില്ലേ? കാണുന്നുണ്ട്. എടാ, അപ്പൊ എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് നമ്മൾ പറഞ്ഞത്? നിങ്ങൾ ഗതാഗതം എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഗതാഗതം എന്ന് പറഞ്ഞാല്? സംസ്കൃത വസ്തുക്കളെ വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ. മൂവ്മെന്റ് ഓഫ് മെൻ ഓർ റിസോഴ്സസ്, അല്ലെ, ഫിസിക്കൽ റിസോഴ്സസ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് എന്നുള്ളത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ട്രാൻസ്പോർട്ടേഷൻ plays a key role in the success or in the running of that business എന്നുള്ളതാണ്. അത് എന്താണ് ട്രാൻസ്പോർട്ടേഷന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇൻഷാല്ലാ നിങ്ങൾ PGക്കോ അല്ലെങ്കിൽ നിങ്ങൾ CA CMA അല്ലെങ്കിൽ അതുപോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാൻ പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഒരുപാട് ടെക്നിക്സുകൾ ഉണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ ഒരു ഓർഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യണം, അവിടെയൊക്കെ അതിന്റെ ക്യാരിയിങ് കോസ്റ്റ്, അതായത് അതിന്റെ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെയർ ഹൗസിന്റെ കേസിൽ അതിന്റെ എന്താണ് ഓർഡറിങ് കോസ്റ്റ്, ക്യാരിയിങ് കോസ്റ്റ്, ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ആധികാരികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടേ, ബിസിനസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെയാണ്. നമ്മളൊരു കൊമേഴ്സിലേക്കുള്ള ആദ്യ കടന്നുവെപ്പ് അല്ലെങ്കിൽ ആദ്യ ചുവടുവെപ്പ് എന്നുള്ള നിലയ്ക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഏറ്റവും ലളിതമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ഡീൽ ചെയ്ത് പോകുന്നത്. അപ്പൊ നമുക്കറിയാം ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യേണ്ട ഒരു ബിസിനസ്സിൽ വലിയ റോള് വഹിക്കുന്നുണ്ട്. എന്തേ കാരണം? അതിന്റെ റോ മെറ്റീരിയൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായാലും, അതുപോലെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ് ആണ്ട് തിരിച്ച് സെയിൽ ചെയ്യാൻ കൊണ്ടുപോകുന്നതായാലും, പ്രൊഡക്ഷന്റെ സമയത്ത് തന്നെ ഇതിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്സ്, ഗുഡ്സിന്റെ മൂവ്മെന്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഈ ട്രാൻസ്പോർട്ടേഷനെ സഹായിക്കാൻ നമുക്ക്, ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് എന്ത് ചെയ്യണ്ടേ, ടൈം യൂട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എന്ത് ചെയ്യണ്ടേ, സോറി, പ്ലേസ് യൂട്ടിലിറ്റി, ടൈം അല്ല, പ്ലേസ് യൂട്ടിലിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് എടുക്കുന്നുണ്ട്. ഒരാൾ കമന്റിലെ മറ്റു രാജ്യത്തിന്റെ പൈസ നമുക്ക് എന്തിനാ വെച്ചിട്ടുണ്ട്? എന്താണ് കമന്റ്? മറ്റു രാജ്യത്തിന്റെ പൈസ നമുക്ക് എന്തിനാണ്? മറ്റ് രാജ്യത്തിന്റെ പൈസ നമുക്ക് എന്തിനാണ്? നല്ലൊരു ചോദ്യമാണ്. ഈ മറ്റ് രാജ്യത്തിന്റെ പൈസ നമുക്ക് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം എനിക്ക് പറയാനുള്ളത്, അവിടെയാണ് നിങ്ങൾ രണ്ട് കൺസെപ്റ്റുകളെ കുറിച്ച് അറിയേണ്ടത്. ഓപ്പൺ എക്കണോമിയും ക്ലോസ്ഡ് എക്കണോമിയും. കേട്ടോളൂ നിങ്ങൾ ഈ രണ്ട് വേർഡുകൾ? ഫ്ലെക്സിബിൾ സിസ്റ്റം, പിന്നെ അതാണോ? ഫ്ലെക്സിബിൾ സിസ്റ്റം അതല്ല. നമ്മൾ ഒരു എക്കണോമി ക്ലോസ്ഡ് എക്കണോമി എന്ന് പറയും, ഓപ്പൺ എക്കണോമി എന്ന് പറയും. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഏകദേശം ഉത്തര കൊറിയനൊക്കെ പോലെ ആ രാജ്യത്തിന്റെ കാര്യങ്ങൾ ആ രാജ്യത്തിന്റെ ഉള്ളിൽ തന്നെ നടക്കുകയും വ്യാപാരമായാലും മറ്റു കാര്യങ്ങളും ഫുള്ളായിട്ട് ഉത്തര കൊറിയ ക്ലോസ്ഡ് ആണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. എന്താണ്, ആ രാജ്യം മറ്റു രാജ്യങ്ങളുമായിട്ട് ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് വളരെ തുച്ഛമായിരിക്കും ക്ലോസ്ഡ് എക്കണോമി. ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യം മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ള എക്കണോമിയുമായിട്ട് എന്താണ് സ്ഥിരമായിട്ട് എന്താണ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ എക്കണോമിക് ആക്ടിവിറ്റീസിൽ അവരെ ഇടപെടുന്നുള്ളതാണ്. എക്സ്പോർട്ട് ആയാലും ഇമ്പോർട്ട് ആയാലും മറ്റു പല വിഷയങ്ങളിലായാലും എന്തുണ്ട്, അവര് ഇടപെടും എന്നുള്ളതാണ്. അപ്പൊ ഒരു രാജ്യം ക്ലോസ്ഡ് എക്കണോമി ആണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യം അവരുടെ കാര്യങ്ങൾ വെച്ചിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ ഓപ്പൺ എക്കണോമിയിലേക്ക് എൻട്രി ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഫോറിൻ കറൻസിയും ഫോറിൻ റിസർവ് ഒക്കെ ആ രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിനെ പോലും ആ രാജ്യത്തിന്റെ സ്റ്റാറ്റസ് കോനെ പോലും ബാധിക്കുന്ന വിഷയങ്ങളാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കേട്ടിട്ടില്ലടാ, ഇന്ത്യ ഓരോ പൈസ ഓരോ 10 രൂപ അല്ലെങ്കിൽ 2000ന്റെ നോട്ട് അല്ലെങ്കിൽ 500ന്റെ നോട്ട് എങ്ങനെയൊക്കെ ആവട്ടെ അച്ചടിച്ച് ഇറക്കുമ്പോ അതിനുള്ള മൂല്യം എന്ന് പറയുന്നത് ആ പൈസക്ക് കറസ്പോണ്ടുള്ള സ്വർണമോ വിദേശ കറൻസികളോ ഒക്കെ അവിടെ സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അത് പണപ്പെരുപ്പം കുറക്കാനല്ലേ? അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഫ്ലേഷൻ കുറക്കലും കൂട്ടലൊക്കെ ആയിട്ടുള്ള വേറെ മെഷേഴ്സ് വരുന്നുണ്ട്. പക്ഷെ ഇതുപോലുള്ള ഫോറിൻ കറൻസി റിസർവുകൾ എന്തുണ്ട്, ഇന്ത്യക്ക് ആവശ്യമുണ്ട്. എന്നാലേ ഇന്ത്യക്ക് ഫോറിൻ കറൻസിയുമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ത്യന്റെ കയ്യിൽ ഡോളർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണേ, ഒരു മൊത്ത വ്യാപാരത്തിൽ വരുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യാണ്, ഡോളറിലാണ് എന്ത് ചെയ്യുന്നത്, പൈസ കൊടുക്കുന്നതും വാങ്ങുന്നതും ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യേണ്ടി വരും? ഡോളർ ഇല്ലാത്ത ഇന്ത്യ എന്ത് ചെയ്യേണ്ടി വരും? പിന്നെ പൈസ കൊടുത്ത് എന്തായാലും ഡോളർ വാങ്ങിക്കേണ്ടി വരൂലേ? അപ്പൊ വിദേശ രാജ്യങ്ങളുമായിട്ട് വ്യാപാരം ഉണ്ട് എന്നുണ്ടെങ്കിൽ
സ്വാഭാവികമായിട്ടും ഫോറിൻ കറൻസീസിന്റെ ആവശ്യം നമുക്ക് വരുന്നുണ്ട്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇത്ര കുറച്ച് പറഞ്ഞു പോകാൻ പറ്റൂല. ഒരുപാട് വിഷയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടാനുണ്ട്. എക്കണോമിക്സിന്റെ ഒരു ഏരിയ ആണത്. ഇപ്പൊ എല്ലാ കുട്ടികളെയും ബിസിനസിന്റെ ഒരു ഭാഗം എന്ന് ഡീൽ ചെയ്യുന്നതിനോട് ഞാൻ ചുരുക്കി പറഞ്ഞു എന്നുള്ളതാണ്. ഇനി അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ചർച്ച ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ അവസാന നമ്പർ തരേണ്ട, നമുക്ക് വാട്സാപ്പിൽ ഒരു ചർച്ച നടത്താം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ എന്ത് യൂട്ടിലിറ്റിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? പ്ലേസ് യൂട്ടിലിറ്റി ആണ്. പ്ലേസ് യൂട്ടിലിറ്റി ആണ്. പിന്നെ വരുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് പറയണം. ഇപ്പൊ ഈ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നാലേ അതെന്താ ഇപ്പൊ ഓക്സിഡേറ്റീവ് ട്രേഡിൻ വിശദീകരിക്കുകയാണ് വന്നാലേ ട്രാൻസ്പോർട്ടേഷൻ എഴുതിക്കാണ്ട് ട്രാൻസ്പോർട്ടേഷൻ അവോയ്ഡ് ഇൻട്രാൻസ് ഓഫ് പ്ലേസ് എഴുതിയാൻ പ്ലേസ് യൂട്ടിലിറ്റി. ആദ്യം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്താന്ന് കൊടുക്കണം. അപ്പൊ നമുക്ക് നമ്മളങ്ങനെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ അതിന് ആൻസർ ചെയ്യേണ്ട ഒരു രീതി ഇപ്പൊ ശരിക്കും കേട്ടോളിട്ടോ. നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് എന്താണ്? മൂവ്മെന്റ് ഓഫ് പേഴ്സൺ ഓർ ഫിസിക്കൽ തിങ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ്. അല്ലെ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് മനുഷ്യന്റെയോ അല്ലെങ്കിൽ സാധനങ്ങളുടെയോ മൂവ്മെന്റിന് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ എഴുതും ഒരു ബിസിനസിന്റെ കേസിൽ ട്രാൻസ്പോർട്ടേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് വഹിക്കുന്നുണ്ട്. എന്തേ കാരണം? ആ സാധനങ്ങള് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ റോ മെറ്റീരിയൽസ് കമ്പനിയുടെ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരികയായാലും ഫാക്ടറിയിലേക്ക് കൊണ്ടുവരികയായാലും അതുപോലെ പ്രൊഡ്യൂസ് ചെയ്ത സാധനം തിരിച്ചു കൊണ്ടുപോവുകയായാലും രണ്ടിന്റെ കേസിലും എന്ത് വരുന്നുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ വളരെ റോള് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മൂവ്മെന്റിന് സഹായിക്കുന്ന ഈ ട്രാൻസ്പോർട്ടേഷൻ നമുക്ക് പ്ലേസ് യൂട്ടിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് പറയാം എന്നുള്ളത് അങ്ങനെ ഒരു സെന്റൻസ് ഒരു പാരഗ്രാഫ് ആക്കി എന്ത് ചെയ്യണം? വ്യക്തമായിട്ട് അത് എഴുതാൻ കഴിയണം കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നമ്മളിപ്പോ എന്തെയ്യുള്ളൂ ഈ എഴുതുന്ന രീതിയിൽ പറഞ്ഞപ്പോഴും ഉള്ളൂ. പക്ഷെ നല്ലൊരു വേർഡ്സ് ആക്കിയിട്ട് എഴുതണം. അത് ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണ്. ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ളതിന് ട്രാൻസ്പോർട്ടേഷൻ മീൻസ് മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് എഴുതിക്കാണ്ട് പിന്നെ ഗുഡ്സ് ആൻഡ് സർവീസ് അല്ല, സർവീസിന്റെ മൂവ്മെന്റ് പറയൂല കേട്ടോ. മൂവ്മെന്റ് ഓഫ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു another. Yeah, transportation plays an important role in the business because when it needs for that movement of raw material to the factory and also the movement of finished products from the factory to the end consumers. അപ്പൊ എന്താണ് റോ മെറ്റീരിയൽസിന്റെ മൂവ്മെന്റ് ഇങ്ങോട്ട് വരുന്നതായാലും ഫാക്ടറിയിൽ നിന്ന് ഫിനിഷ്ഡ് ഗുഡ്സ് പുറത്തേക്ക് കസ്റ്റമേഴ്സിന്റെ അടുത്തേക്ക് പോകുന്നതായാലും എന്താവശ്യമുണ്ട്? ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് പറയണം? ട്രാൻസ്പോർട്ടേഷൻ ക്രിയേറ്റ് പ്ലേസ് യൂട്ടിലിറ്റി എന്നുള്ളത് എഴുതിയാൽ മതി കേട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ അയച്ചു തരുന്ന മെറ്റീരിയൽസും വെച്ചുകൊണ്ട് എന്ത് ചെയ്യാ, നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ആ സമയത്ത് ഉണ്ടാവുന്ന കൺഫ്യൂഷൻ നിങ്ങൾ ഞാൻ വിളിച്ച് ചോദിച്ചാൽ മതി കേട്ടോ. Is that okay? Okay. Yeah, okay. മലയാളത്തില് പറയുന്നുണ്ട്. കമന്റ് ബോക്സിൽ മലയാളത്തിൽ പറയുന്നുണ്ട്. മലയാളത്തിൽ പറയോന്നോ? ഓക്കെ. ഞാൻ കൂടുതലായിട്ട് ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത് തോന്നുന്നുണ്ടോ? ഇല്ല. ഓക്കെ. എനിവേ നെക്സ്റ്റ് നമുക്ക് വരുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസ്മെന്റ് ആണ്. എന്താണ് ഈ അഡ്വർടൈസ്മെന്റിന്റെ ആവശ്യം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷന്റെ ആവശ്യം എന്ന് പറയുന്നത്? നമ്മളെ പ്രൊഡക്റ്റിന്റെ നോളജും പറ്റിയുള്ള നോളജ്. എടാ നമുക്ക് ലെക്സ് എന്ന് പറയുന്ന ഒരു സോപ്പിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലേക്ക് ഒരു ചെറിയ ബ്യൂട്ടിയോടെ ഒരു കാര്യം ചിന്ത വരുന്നുണ്ട് അല്ലെ? ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, ഒരു സുന്ദരിയായിട്ട് ഒരു പെൺകുട്ടി കുളിക്കുന്നതും അത് കുളിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എടുത്ത് കുളിച്ചു കഴിഞ്ഞാല് നല്ല സ്മെല്ലും നല്ല എന്തോ ഒരു ചൊറുക്കും ഉണ്ടാവും എന്നുള്ള ഒരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് ഇന്ന് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെയാ? ആയിക്കോട്ടെ, എന്നാ സന്തൂറോട് കുളിക്കുന്ന നമ്മുടെ എന്താ പേര്? സിനാനാണോ? അല്ല, ജസീൽ. ഓക്കെ, ജസീലിന് വേണ്ടിട്ട് നമ്മള് സന്തൂറാക്കാം. പെണ്ണുങ്ങളെ വിളിക്കാറുള്ളൂ, പെണ്ണുങ്ങളെ ഉണ്ടാവില്ലല്ലോ പരസ്യത്തില്. അതെ. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ആളുകളുടെ മൈൻഡിൽ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആണുങ്ങൾക്ക് അട്രാക്ഷൻ അതല്ല, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്
സ്വാഭാവികമായിട്ടും നിങ്ങൾ നാളെ പ്രമോഷനും അതുപോലെ എന്താണ് ബ്രാൻഡിങ് അതുപോലുള്ള ഒരുപാട് മാർക്കറ്റിംഗ് മിക്സ് എലമെന്റ്സുകളെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നാളെ കണ്ടുപിടിക്കും കേട്ടോ. കാരണം നാളെ നിങ്ങളൊരു ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ആളുകളുടെ അടുത്ത് ക്യാപ്ചർ ആവാനേ നിങ്ങൾ ശ്രമിക്കുള്ളൂ കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് അങ്ങനെ അവർ ആ സോപ്പിന്റെ ഒരു പരസ്യം ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കുക. അതിനാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. അതായത് സന്തൂർ സോപ്പ് ഇങ്ങനെ ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള പരസ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു മാർക്കറ്റില് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ചെന്ന് സോപ്പുകളുടെ ഒരു കൂട്ടത്തിൽ നിങ്ങളെ കൈ സന്തൂറിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൈ റെക്സോനയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളെ കൈ ലെക്സിലേക്കും പിയേഴ്സിലേക്കും ചന്ദ്രയ്ക്കും പോകുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമേ ഉള്ളൂ, അവര് നിങ്ങൾക്ക് തന്ന നോളജ്. ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് തന്ന നോളജ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ അഡ്വർടൈസിങ് ആയാലും കമ്മ്യൂണിക്കേഷൻ ആയാലും നോളജ് എന്ന് പറയുന്ന ഒരു ഹിൻഡ്രൻസിനെ സോൾവ് ചെയ്യാൻ എന്ത് ചെയ്യണ്ടേ, നമ്മളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ഓർത്ത് വെക്കുക, കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വർടൈസ്മെന്റ്. പിന്നെ വരുന്നത് ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഫിനാൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫിനാൻസ് ഇസ് എ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്നുള്ളതാണ്. ഫണ്ട് എന്ന് പറയുന്ന ബിസിനസിന്റെ ലൈഫ് ബ്ലഡാണ്. അപ്പൊ ആ ബിസിനസ് മുന്നോട്ട് ഓടിപ്പോകണമെന്നുണ്ടെങ്കിൽ അതിന് ബ്ലഡ് വേണം. ആ ബ്ലഡ് എന്താണ്? ഫിനാൻസ് ആണ്. ആ ഫിനാൻസ് നമുക്ക് എവിടെന്നാ കിട്ടുക? ബാങ്കിങ് ആൻഡ് മറ്റു അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഫിനാൻസ് എന്ന് പറയുന്ന ഒരു യൂട്ടിലിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? നമ്മുടെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. പിന്നെ വരുന്നത് ഏതാണ്? നമുക്ക് വരുന്ന ഒരു അടുത്ത ഓപ്ഷനറി എന്ന് പറയുന്നത് ഇൻഷുറൻസ് ആണ്. അപ്പൊ ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് എന്ന് പറയുന്ന ഒരു എലമെന്റ്സിനെ കുറിച്ച് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്തു. അൺസർട്ടൈനിറ്റി ആൻഡ് റിസ്ക് ഒരു ബിസിനസ്സിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ റിസ്കിനെ ഒഴിവാക്കി തരുന്നത് ആരാണ്? ഇൻഷുറൻസ് ആണ് അല്ലെ? അപ്പൊ ഇൻഷുറൻസ് എന്താണെന്നുള്ളത് ഞാൻ ഇപ്പൊ പറയുന്നില്ല, കാരണം 4ാമത്തെ ചാപ്റ്റർ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഇൻഷുറൻസ് ഇസ് ആൻ അഗ്രിമെന്റ് ബിറ്റ്വീൻ 2 or more person in which one undertake the risk of another for a consideration എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇൻഷുറൻസ്, എന്താണ് ബാങ്ക് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അതുകൊണ്ടാണ് ഞാനത് അത്ര ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പൊ ഇൻഷുറൻസ് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? ഹിൻഡ്രൻസ് ഓഫ് റിസ്ക് ഒഴിവാക്കി തരുന്നുണ്ട് അല്ലെ? റിസ്ക് യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ വെയർ ഹൗസിംഗ് എന്ത് യൂട്ടിലിറ്റിയെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്? ടൈം, സ്റ്റോറേജ്. അപ്പൊ എന്താണ് വെയർ ഹൗസ്? നമുക്കറിയാം പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ആർ സെപ്പറേറ്റഡ് ബൈ ഇന്റർവെൽസ് ഓഫ് ടൈം എന്നുള്ളതാണ്. നമ്മളൊരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഒരു കൊട അംബർല ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് കൂട്ടുക. നിങ്ങളൊരു കുടകൾ വേനൽക്കാലത്ത് ഇരുന്ന് കണ്ട് 1,00,000 കുടകള് നിങ്ങൾ എന്ത് ചെയ്യാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടാൽ പിന്നെ നിങ്ങൾക്കത് സെയിലായി പോകുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലാണ്. അപ്പൊ അത്രയും സമയം നിങ്ങൾ അതോട് ഇവിടെ സൂക്ഷിച്ചു വെക്കും, നിങ്ങൾ വെയർഹൗസ് സൂക്ഷിച്ചു വെക്കും. അപ്പൊ പ്രൊഡക്ഷനും കൺസംഷനും നടക്കുന്നതിനിടയിൽ എ സ്പാൻ ഓഫ് ടൈം ഇസ് ദർ, ഇന്റർവൽ പീരീഡ് ഇസ് ദർ അല്ലെ? ഒരു കുറഞ്ഞ സമയത്തിന്റെ ഒരു കാലതാമസത്തിന്റെ ഇടയിൽ വരുന്നുണ്ട്. ആ കാലതാമസത്തിന്റെ ബുദ്ധിമുട്ട്, ദാറ്റ് മീൻസ് ഹിൻഡ്രൻസ് ഓഫ് ടൈം അല്ലെ? ആ ഹിൻഡ്രൻസ് ഓഫ് ടൈം ആരാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് മീൻസ് സോൾവ് ചെയ്ത് തരുന്നത്, റിമൂവ് ചെയ്യപ്പെടുന്നത്? വെയർ ഹൗസ് ആണ് എന്നുള്ളത് ഓർത്തു വെക്കും. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ നമ്മൾ 5 ഓക്സിലറീസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കസ് ചെയ്തു. ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസ്, അഡ്വർടൈസിംഗ്, ഇൻഷുറൻസ്, ബാങ്കിങ്. ട്രാൻസ്പോർട്ടേഷൻ പ്ലേസ് യൂട്ടിലിറ്റി, വെയർഹൗസ് ടൈം യൂട്ടിലിറ്റി, അഡ്വർടൈസ്മെന്റ് നോളജ് യൂട്ടിലിറ്റി, ഇൻഷുറൻസ് റിസ്ക് യൂട്ടിലിറ്റി, ബാങ്ക് ഫിനാൻസ് യൂട്ടിലിറ്റി. ഈ വിഷയങ്ങൾ ഓർത്തു വെക്കുക. നമ്മളെ ഈ 1ാമത്തെ സ്റ്റഡി ഫോക്കസ് ഏരിയയിലെ 1ാമത്തെ യൂണിറ്റിലെ എല്ലാ ഏരിയാസും നമ്മൾ എന്ത് ചെയ്തു? ഓൾറെഡി കവർ ചെയ്യപ്പെട്ടു. Is that clear? Yes. Clear ആണോ? Clear ആണ്. ഓക്കെ, ഒന്ന് ബ്രേക്ക് ഒന്നും എടുക്കണ്ട. നമുക്ക് ഇനി ആകെ 23 മിനിറ്റ് നമ്മുടെ മുന്നിലുള്ളൂ. ഒരു 3 മിനിറ്റ് റിലാക്സ് ചെയ്തോളൂ. ഒന്ന് ശ്വാസം ഒക്കെ എടുത്ത് റിലാക്സ് ചെയ്തോളൂ. വെള്ളമൊക്കെ കുടിക്കണമെങ്കിൽ ഒന്ന് കുടിച്ചിട്ട് കേട്ടോ. അതുപോലെ കണ്ണിനും ബോഡി ഫ്ലെക്സിബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ടുള്ള 1-2 എക്സസൈസുകളും ഇതൊക്കെ ചെയ്യാറില്ല നമ്മള്. അതൊക്കെ ഒന്ന് ചെയ്തിട്ട് നിങ്ങള്
സാറേ പറയടാ. ഒരു സംശയം. എന്താ വെച്ചാല് ഈ ഏതോ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞ ഒരു എക്സാം എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? പക്ഷെ അതിന്റെ ഈ ക്വസ്റ്റ്യൻസിന്റെ ഈ നമ്മളിപ്പോ എന്തെങ്കിലും പോയിന്റ്സ് ചെയ്താണ്ടാവൂലേ? മെറിറ്റ്സ് ഡിമെറിറ്റ്സ് എന്നൊക്കെ. അതൊക്കെ വരുമ്പോ ഇപ്പൊ ഉദാഹരണത്തിന് ഫോർമേഷൻ എഴുതിക്കാണ്ട് പിന്നെ അതിന്റെ ഫോർമേഷൻ ഓഫ് കമ്പനി ഈസിലി അങ്ങനെ എഴുതേണ്ട ആവശ്യമുണ്ടോ? അതോ അല്ല ഫോർമേഷൻ എഴുതിക്കാണ്ട് പിന്നെ അതിന്റെ അടിയിൽ ഫോർമേഷൻ ഓഫ് കമ്പനി അങ്ങനെ പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഈ ഇങ്ങനെ ചോദിക്കുമ്പോ ആ ക്വസ്റ്റ്യൻ ശരിക്കും ക്ലിയർ ആവുന്നില്ല. എനിക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ട് ചോദിക്കാൻ പറ്റുമോ? ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. വാട്ട് ആർ ദ സ്റ്റെപ്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് എ കമ്പനി? കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹലോ ഹലോ കേൾക്കുന്നുണ്ടോടാ? ഒഡിബിൾ ആണോ? കേൾക്കുന്നുണ്ട്. എടാ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേക്കുന്നുണ്ട്. കേക്കുണ്ടേ. ഹലോ കേക്കുണ്ട്. ഹലോ ഗൈസ്, ഞാൻ പറയുന്നത് ഒഡിബിൾ ആണോ? ഓഡിബിളാ. ഹലോ ഹലോ കേൾക്കുന്നുണ്ട്. നിങ്ങളെന്താ ആരും ഒന്നും മിണ്ടാത്തേ? ഞങ്ങള് വർത്താനം പറയുന്നുണ്ട്, സാറിന് കേൾക്കൂലേ? അതിന്റെ ഇടയ്ക്ക് എനിക്ക് എന്ത് ചെയ്തൊരു കോള് വാട്സപ്പിൽ വന്നപ്പോഴേ അങ്ങനെ എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചാണ്. ആരെങ്കിലും ഒരാൾ സംസാരിക്കുന്നത് അത് എനിക്കത് ഉറപ്പ് പറയാൻ പറ്റുമോ? ജസീൽ സിനാൻ ഹലോ അജിസൽ ആരായി? അജിസൽ something went wrong, that's why I'm asking you to talk, dear. ഹലോ ഫാത്തിമ സന. ഹലോ സാറെ കേൾക്കുന്നുണ്ടോ? ഹലോ സാർ. ഫാത്തിമ സന കേൾക്കാൻ കഴിയുണ്ടോ? കേൾക്കുന്നുണ്ട്. എന്റെ ഫോണിന് എന്ത് സംഭവിച്ചു? ക്ലാസ്സിൽ സാറ് അപ്പൊ നേരെ കോള് ഒന്ന് പറഞ്ഞില്ലേ സാറിന്? പേരുങ്ങളെ ഇതൂടെ റീജോയിൻ കോള് വന്ന സൗണ്ട് പോകും. സാറ് ഒരു കോൾ വന്നില്ലേ? അതാകും ചിലപ്പോ സൗണ്ട്. മേ ബി. കേൾക്കുണ്ടോ? ഒരു സെക്കൻഡ് കേട്ടോ, ഞാനൊന്ന് ലെഫ്റ്റ് അടിച്ചിട്ട് ജോയിൻ ചെയ്താൽ ആരെങ്കിലും സംസാരിക്കും, എന്നാൽ എനിക്കിത് കേൾക്കുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഹലോ സാറെ കേൾക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, ഞാൻ ലെഫ്റ്റ് അടിച്ചിട്ട് ഇപ്പൊ വരാട്ടോ. നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നാ? ഓക്കെ, ഞാനൊന്ന് ലെഫ്റ്റ് അടിച്ചാട്ടെ. സാറേ അല്ല ഞമ്മള് പറഞ്ഞ കേൾക്കണ്ടോ? ഞാൻ പറഞ്ഞ കേൾക്കണ്ടോ? ഹലോ അപ്പൊ സാറിന് മാത്രം കേൾക്കാത്തുള്ളൂ അല്ലേ? സാറ് മൂസിൻ സാറിന് വിളിച്ചിട്ടുണ്ട്.